നമസ്തേ, എല്ലാവർക്കും പുത്തൻ പുലരിയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഈ വാർത്ത കാണുന്ന എല്ലാവർക്കും ശുഭദിനം നേരുകയാണ്. ഇന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. കൊല്ലവർഷം 1200 ആണ്ട്. മിഥുനമാസം 23 തീയതിയാണ് അനിഴം നക്ഷത്രം. 2025 ജൂലൈ 7 തിങ്കൾ. 7:30 മുതൽ രാവിലെ 9 മണിവരെയാണ് രാഹുകാലം. എന്തായാലും ആദ്യം നമുക്ക് പ്രധാന വാർത്തകൾ നോക്കാം. കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഇന്ന് നിർണായകം. സസ്പെൻഡ് ചെയ്ത നടപടി ചോദ്യം ചെയ്തുള്ള ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയിൽ. സിൻഡിക്കേറ്റിന്റെ അനധികൃത യോഗത്തിൽ വിശദീകരണം തേടി ഡോക്ടർ സിസ തോമസ്. കാലടി സർവകലാശാലയിൽ ഇന്ന് സമരക്കാരും വൈസ് ചാൻസലറും തമ്മിൽ ചർച്ച. കോഴിക്കോട് കാക്കൂരിലെ കുഞ്ഞിന്റെ മരണത്തിൽ ആരോപണവുമായി കുടുംബം. 2 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചത് സുന്നത്ത് കർമ്മത്തിനിടെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും. ചരിത്ര വിജയവുമായി ഇന്ത്യ. എഡ്ജ്ബാസ്റ്റൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയത് 336 റൺസിന്. എഡ്ജ്ബാസ്റ്റണിൽ ഇന്ത്യയുടെ ആദ്യ ജയം. നായകൻ ശുഭ്മാൻ ഗിൽ കളിയിലെ താരം. ആകാശ്ദീപ് സിംഗിന് 10 വിക്കറ്റ്. സംസ്ഥാനത്ത് നിപ്പ ആശങ്ക ഒഴിയുന്നില്ല. പാലക്കാട്ട് നിപ്പ സ്ഥിരീകരിച്ച യുവതി ഗുരുതരാവസ്ഥയിൽ തുടരുന്നു. പനി ബാധിച്ച 3 കുട്ടികളും ചികിത്സയിൽ. 173 പേർ സമ്പർക്ക പട്ടികയിൽ. ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് BJP മാർച്ച് ഇന്ന്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്യും. ആഗോള അസമത്വത്തിനെതിരെ തുറന്നടിച്ച് പ്രധാനമന്ത്രി. UN-ൽ ഉൾപ്പെടെ പരിഷ്കരണം അനിവാര്യം. തീരുമാനമെടുക്കുന്ന വേദികളിൽ ലോകത്തെ 2/3 ഭാഗം ജനങ്ങളും ഒഴിവാക്കപ്പെടുന്നുവെന്നും മോദി. കെറ്റാമലോൺ ലഹരി കേസിൽ അന്വേഷണം ഊർജിതം. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യാൻ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. പ്രതികളുടെ കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഇന്ന് ആരംഭിക്കും. തകരാർ പരിഹരിക്കുക ബ്രിട്ടനിൽ നിന്നെത്തിയ 21 അംഗ സാങ്കേതിക വിദഗ്ധർ. ആദ്യം തന്നെ തിരുവനന്തപുരത്തേക്കാണ്. കേരള സർവകലാശാല രജിസ്ട്രാർക്ക് ഇന്ന് നിർണായക ദിനമാണ്. സസ്പെൻഡ് ചെയ്ത നടപടി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ നിർണായക നടപടി ഉണ്ടായേക്കും. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ എത്തുന്നുണ്ട്. കോടതി ഇന്ന് ഹർജി പരിഗണിക്കും. അതേസമയം തന്നെ ഇന്നലെ ചേർന്ന അടിയന്തര സിൻഡിക്കേറ്റ് തീരുമാനം സത്യവാങ്മൂലമായി കോടതിയിൽ എത്തുകയും ചെയ്യും. ഭാരതാംബയുടെ ചിത്രം വേദിയിലുണ്ടെന്ന കാരണം പറഞ്ഞ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ പങ്കെടുത്ത ചടങ്ങ് അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത വൈസ് ചാൻസലറുടെ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹൈക്കോടതി വിസമ്മതിക്കുകയും ചെയ്തു. കേസിൽ വിശദമായ വാദം ഇന്നും ഉണ്ടായേക്കും. സസ്പെൻഷൻ ചോദ്യം ചെയ്ത് അനിൽകുമാർ സമർപ്പിച്ച ഹർജിയിൽ ജസ്റ്റിസ് N നഗരേഷിന്റെ ബെഞ്ചാണ് കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറപ്പെടുവിച്ചത്. സർവകലാശാല ചട്ടപ്രകാരം വൈസ് ചാൻസലർക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ അധികാരമില്ലെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. VC-ക്ക് സസ്പെൻഡ് ചെയ്യാൻ അധികാരമുണ്ടെന്നും എന്നാൽ അത്തരം നടപടി സിൻഡിക്കേറ്റിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കണമെന്നും കോടതി വാക്കാൽ നിരീക്ഷിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്നെങ്കിലും ബഹളത്തെ തുടർന്ന് VC യോഗം പിരിച്ചുവിട്ടു. ഹൈക്കോടതിയിൽ സിൻഡിക്കേറ്റിന്റെ സത്യവാങ്മൂലം നൽകുന്നത് ചർച്ച ചെയ്യാനായിരുന്നു യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ അജണ്ട വിഷയം യോഗം ചർച്ച ചെയ്തിട്ടില്ല. എന്നാൽ ഭൂരിപക്ഷം ചേർന്ന് പാസാക്കിയ യോഗത്തിന്റെ സത്യവാങ്മൂലം ഇന്ന് സിൻഡിക്കേറ്റ് കോടതിയിൽ നൽകും. വിയോജനക്കുറിപ്പോടെ VC-യും സത്യവാങ്മൂലം നൽകുന്നുണ്ട്. അതേസമയം കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടിക്കെതിരെയുള്ള ഹർജി പിൻവലിച്ചേക്കും. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇന്ന് ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കും. ജനം, തിരുവനന്തപുരം.
കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ അനധികൃത യോഗത്തിൽ വിശദീകരണം തേടി VC ഡോക്ടർ സിസ തോമസ് കടുപ്പിക്കുകയാണ് നിലപാട്. സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടതിനു ശേഷവും അനധികൃത യോഗം തുടർന്നതിനാണ് വിശദീകരണം തേടുന്നത്. KS അനിൽകുമാർ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്തത് അതീവ ഗൗരവമെന്നാണ് സിസ തോമസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ച രേഖകൾ രാവിലെ 9 മണിക്കുള്ളിൽ ഇമെയിലായി എത്തിക്കാനും ജോയിന്റ് രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, നടപടി കടുപ്പിക്കുകയാണ് സിസ തോമസ്. എങ്ങനെയാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ? രാഖി, കഴിഞ്ഞ ദിവസം സിൻഡിക്കേറ്റ് യോഗം ചേർന്നിരുന്നു. ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചു. എന്നാൽ വൈസ് ചാൻസലർ അതിന് എതിർത്തു. കാരണം അജണ്ടയ്ക്ക് പുറത്തുനിന്നുള്ള വിഷയം ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുകയും പിന്നീട് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത് ചർച്ച ചെയ്യണമെന്ന് വാശി പിടിച്ചതോടെ യോഗം അവസാനിപ്പിക്കുകയായിരുന്നു. യോഗം അവസാനിപ്പിച്ച് വൈസ് ചാൻസലർ മടങ്ങുകയും ചെയ്തു. എന്നാൽ വൈസ് ചാൻസലർ മടങ്ങിയതിനു ശേഷവും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ യോഗം നടക്കുകയും ചെയ്തു. ആ യോഗത്തിൽ ജോയിന്റ് രജിസ്ട്രാറും പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ആ യോഗത്തിലൊരു തീരുമാനമുണ്ടായി. രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയിരിക്കുന്നു എന്നൊരു തീരുമാനം ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എടുക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകുന്നേരം 4:30 കൂടി രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാല ആസ്ഥാനത്തെത്തുകയും വീണ്ടും ജോയിൻ ചെയ്യുകയും ചെയ്തു. വീണ്ടും ജോയിൻ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുകയും ചെയ്തു. ഇതിനെതിരെയാണ് വൈസ് ചാൻസലർ ശക്തമായ നടപടിയുമായി രംഗത്തെത്തിയത്. വൈകിട്ടോടുകൂടി തന്നെ വൈസ് ചാൻസലർ ഇതിനൊരു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. ജോയിന്റ് രജിസ്ട്രാർ P ഹരികുമാറിനോടാണ് ഒരു വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഈ വൈസ് ചാൻസലറുടെ സാന്നിധ്യമല്ലാതെയാണ് സിൻഡിക്കേറ്റ് യോഗം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമപരമായി ഇത് നിൽക്കുന്നതല്ല, ഈ യോഗം നിൽക്കുന്നതല്ല എന്നിരിക്കെ രജിസ്ട്രാർ വീണ്ടും സർവകലാശാലയിൽ എത്തുകയും ജോയിൻ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് അത് ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകണമെന്നാണ് വൈസ് ചാൻസലർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രാർ വീണ്ടും ഈ ജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട്, അതായത് സർവകലാശാലയിൽ എത്തുകയും തുടർന്ന് അത് ജോയിൻ ചെയ്യുകയും സംഭവിച്ചു. അതായത് ഈ രജിസ്ട്രാർ വീണ്ടും സർവകലാശാലയിൽ എത്തുകയും ജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തനിക്ക് ആവശ്യമാണെന്നും ഇന്ന് രാവിലെ 9 മണിക്കകം ഇതിൽ കൃത്യമായി ഇമെയിൽ സഹിതം തനിക്ക് അയക്കണമെന്നൊരു ആവശ്യവും കൂടിയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അത് ജോയിന്റ് രജിസ്ട്രാറോടാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ അയക്കാതിരുന്നു കഴിഞ്ഞാൽ അതൊരു ചട്ടവിരുദ്ധ നടപടിയാകും. അതോടൊപ്പം തന്നെ വകുപ്പ് തലത്തിൽ, അതായത് കൂടുതൽ അന്വേഷണമായാലും ശരി, അല്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് എത്തുവാനുള്ള നടപടികൾ എടുക്കും എന്നും അറിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ 9 മണിക്കുള്ളിൽ വിശദമായ രേഖ ഈ റീജോയിൻ നടത്തിയതുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാർ KS അനിൽകുമാർ റീജോയിൻ നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ റിപ്പോർട്ടുകൾ തനിക്ക് ആവശ്യമാണെന്നും വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള വൈസ് ചാൻസലർ സിസ തോമസ് പറയുകയും ചെയ്തു. അതുമാത്രമല്ല, ഈ രജിസ്ട്രാർ നടപടി, അതായത് ഈ സസ്പെൻഷൻ റദ്ദാക്കി തിരിച്ച് ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞ രജിസ്ട്രാർ നടപടി അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. മാത്രമല്ല, ഇത് ചട്ടവിരുദ്ധമായ സമീപനമാണ്. ഒരു കോടതിയുടെ കൂടി പരിഗണനയിലിരിക്കുന്ന വിഷയമാണിത്. ഈ സാഹചര്യത്തിൽ കോടതിയെ മറികടന്നുകൊണ്ടാണ് രജിസ്ട്രാർ വീണ്ടും ജോയിൻ ചെയ്യാനായി സർവകലാശാലയിൽ എത്തിയത്. ഇത് ചട്ടവിരുദ്ധമായ നടപടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 9 മണിയോടുകൂടി തന്നെ കൃത്യമായ വിവരങ്ങൾ, എന്തൊക്കെ രേഖയാണോ ഈ റീജോയിൻ ചെയ്തതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകൾ തയ്യാറാക്കിയിട്ടുണ്ടോ, എന്തൊക്കെ ഫയലുകളുണ്ടോ, അത് കൃത്യമായി ഇമെയിലായി തൻ്റെ മുമ്പിൽ എത്തണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ വൈസ് ചാൻസലർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പാലിക്കാത്ത പക്ഷം കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പും നൽകുകയും ചെയ്തു. എന്തായാലും വലിയ രീതിയിൽ വീണ്ടും ഒരു വിവാദങ്ങൾ ഉയരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ കേരള സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് യോഗങ്ങളടക്കം നടന്നത്. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളാണ് ഈ KS അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ച് നിൽക്കുന്നത്. എന്തായാലും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും നിയമപരമായി നേരിടുമെന്ന് പറയുകയും ചെയ്തിരുന്നു. ഗവർണറെ അധിക്ഷേപിച്ച നടപടിയിലാണ് രജിസ്ട്രാർക്ക് സസ്പെൻഷൻ ഉണ്ടാകുന്നത്. സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടക്കുന്നു. ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെതിരെ
ഈ രജിസ്ട്രാർ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സെക്യൂരിറ്റി ചെക്കിംഗ് അടക്കം നടന്നതിന് ശേഷം ഗവർണർ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് ആ സ്ഥലത്തേക്ക് എത്തുകയും അവിടെ മറ്റുള്ളവരുമായി എത്തിക്കൊണ്ട് പരിപാടി നടത്താതിരിക്കാനുള്ള സമീപനങ്ങൾ നടത്തി അവസാനിപ്പിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ രജിസ്ട്രാറുടെ ഭാഗത്തുണ്ടായി. ഇത് ചട്ടവിരുദ്ധമാണെന്ന് കണ്ടെത്തി അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിലാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നത്. ആ സസ്പെൻഷൻ നടപടിക്കെതിരെയാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത് നിയമപരമായി അല്ല എന്നത് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ VC അതിന് തയ്യാറായില്ല. ഇതേ തുടർന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സ്വയം ഈ തീരുമാനമെടുക്കുകയായിരുന്നു. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി അത് ക്യാൻസൽ ചെയ്തുകൊണ്ട് റീജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ രജിസ്ട്രാറായ KS അനിൽകുമാർ വീണ്ടും സർവകലാശാലയിലെത്തി ജോയിൻ ചെയ്തത്. എന്തായാലും വിഷയത്തിൽ വലിയ രീതിയിലുള്ള അതിനുശേഷമാണ് സിസ തോമസ് താൽക്കാലിക VCയുടെ ചുമതലയുള്ള സിസ തോമസ് ഇതിലൊരു വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാവിലെ 9 മണിക്കകം ഈ വിഷയത്തിലൊരു വിശദീകരണം നൽകണമെന്നാണ് സർവകലാശാലയുടെ ജോയിന്റ് രജിസ്ട്രാറോട് അറിയിച്ചിരിക്കുന്നത്. രാഖി. ശരി പ്രശാന്ത്, കേരള സർവകലാശാല സിൻഡിക്കേറ്റിന്റെ അനധികൃത യോഗത്തിലാണ് സിസ തോമസ് വിശദീകരണം തേടിയിട്ടുള്ളത്. സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിട്ടതിന് ശേഷവും അനധികൃത യോഗം നടന്നിരുന്നു. ഇതിലാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. KS അനിൽകുമാർ രജിസ്ട്രാറുടെ ചുമതല ഏറ്റെടുത്തത് അതീവ ഗൗരവമെന്നാണ് സിസ തോമസ് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് സംബന്ധിച്ച രേഖകൾ രാവിലെ 9 മണിക്കുള്ളിൽ ഇമെയിലായി എത്തിക്കാനാണ് ജോയിന്റ് രജിസ്ട്രാർക്ക് VC നിർദ്ദേശം നൽകിയത്. കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടിക്കെതിരെയുള്ള ഹർജി പിൻവലിക്കും. രജിസ്ട്രാറായ KS അനിൽകുമാർ നൽകിയ ഹർജിയാണ് പിൻവലിക്കുക. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് തീരുമാനം വരുന്നത്. ജിജീഷ് കരുണാകരനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ജിജീഷ്, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടിക്കെതിരെ ഹർജിയുണ്ട്. ആ ഹർജി പിൻവലിക്കുമെന്ന വിവരമാണ് പുറത്ത് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? രജിസ്ട്രാർ ഹർജികൾ പിൻവലിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. തന്നെ സസ്പെൻഡ് ചെയ്ത കേരള സർവകലാശാല VCയുടെ നടപടി ചോദ്യം ചെയ്തായിരുന്നു രജിസ്ട്രാർ KS അനിൽകുമാർ ഹർജി നൽകിയിരുന്നത്. ആ ഹർജിയാണ് നിലവിൽ പിൻവലിക്കുന്നത്. സിൻഡിക്കേറ്റ് ഈ ഒരു തീരുമാനം റദ്ദാക്കിയിരുന്നു. ആ സിൻഡിക്കേറ്റിന് അത്തരത്തിലുള്ള അധികാരങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അതൊരു ചർച്ചയായി തന്നെ അവിടെ നിൽക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ഒരു ഹർജി പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. സിൻഡിക്കേറ്റ് പ്രമേയം പാസാക്കിയ നടപടിയടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരടക്കം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ആ സിൻഡിക്കേറ്റിന് അത്തരമൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. വൈസ് ചാൻസലർ പിരിച്ചുവിട്ടതിന് ശേഷം വീണ്ടും തുടർന്ന ഒരു സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. രജിസ്ട്രാറെ തിരിച്ചെടുക്കാനുള്ള തീരുമാനമുണ്ടായത്. അതുകൊണ്ട് തന്നെ അതുമായി മുന്നോട്ട് പോകാനോ അതിനൊരു നിയമപ്രാബല്യമോ ഉണ്ടാകാൻ ഉള്ള സാധ്യതയില്ല എന്ന് തന്നെയുള്ള ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇതിനിടയിലാണ് ഈ ഹർജി ഇപ്പോൾ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത്. സസ്പെൻഷൻ സിൻഡിക്കേറ്റ് റദ്ദാക്കിയ സാഹചര്യത്തിൽ ഹർജിയുടെ ആവശ്യത്തിന് പ്രസക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് പിൻവലിക്കുന്നത് എന്നാണ് രജിസ്ട്രാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതുമായി മുന്നോട്ട് പോകുന്നില്ല. കാരണം ഈ സസ്പെൻഷൻ ആയിരുന്നു തൻ്റെ മുന്നിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്. അത് റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തിയത്. അങ്ങനെയാണ് കോടതിയെ സമീപിച്ചത് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല രജിസ്ട്രാറുടെ നടപടി ഭാരതാംബയുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നടപടികളെല്ലാം തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഹർജി പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ശരി ജിജീഷ്, കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടിക്കെതിരെയുള്ള ഹർജിയാണ് പിൻവലിക്കും എന്ന വാർത്ത വരുന്നത്. രജിസ്ട്രാറായ KS അനിൽകുമാർ നൽകിയ ഹർജിയാണ് പിൻവലിക്കുക. സസ്പെൻഷൻ നടപടി സിൻഡിക്കേറ്റ് റദ്ദാക്കിയ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത്. ജിജീഷ് കരുണാകരനാണ് കൊച്ചിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ഞാൻ യൂട്യൂബിലെ കമൻസ് ഒക്കെ നോക്കുമായിരുന്നു. ഒരുപാട് പേർ നമസ്തേ പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്തേ അറിയിക്കുന്നു. ഒപ്പം ശുഭദിനം നേരുകയാണ്. എന്തായാലും കൂടുതൽ വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. കോഴിക്കോട് കാക്കൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തെക്കുറിച്ച് ഉള്ള വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഈ വാർത്തയിലെ കൂടുതൽ അപ്ഡേഷൻസ് ആണ് ആദ്യം നോക്കുന്നത്. കാക്കൂർ കോപ്പറേറ്റീവ് ക്ലിനിക്കിനെതിരെയാണ് ആരോപണവുമായി കുടുംബം രംഗത്ത് എത്തിയിരിക്കുന്നത്. അതേസമയം മരിച്ച 2 മാസം പ്രായമായ ആൺകുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്
ഇന്ന് പുറത്തു വരികയും ചെയ്യും. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാനായി അനഘ ഹർഷനാണുള്ളത്. അനഘ, നമ്മെ ഏറെ വിഷമിപ്പിച്ച വാർത്തയാണ്. 2 മാസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ സുന്നത്ത് കർമ്മം. ആ സുന്നത്ത് കർമ്മത്തിനിടെ ഈ കുഞ്ഞ് മരിക്കുന്നു. ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരവും. എങ്ങനെയാണ് ആ കുടുംബത്തിന്റെ ആരോപണങ്ങൾ എന്തൊക്കെയാണ്? രാഖി, ചേളന്നൂർ സ്വദേശികളായ ദമ്പതികളുടെ 2 മാസം പ്രായമായ ആൺകുഞ്ഞാണ് സുന്നത്ത് കർമ്മത്തിനിടെ മരണപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ രാവിലെയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ ചേളന്നൂർ സ്വദേശികളായ ഇവർ കാക്കൂരിലെ ഈ കോപ്പറേറ്റീവ് ക്ലിനിക്കിലേക്ക് എത്തുന്നു. ഈ ക്ലിനിക്കിൽ നിന്ന് സുന്നത്ത് കർമ്മത്തിനായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ആദ്യം കുടുംബം ഉന്നയിച്ചിരുന്നത് അനസ്തേഷ്യ നൽകിയിരുന്നു എന്നാണ്. എന്നാൽ പിന്നീട് കുടുംബം പറയുന്നത് അനസ്തേഷ്യ അല്ല, കുഞ്ഞിനൊരു മരുന്ന് കുത്തിവെച്ചിരുന്നു. അതിനുശേഷം കുഞ്ഞ് ചിരിക്കുകയോ മറ്റ് കുഞ്ഞിന് അനക്കമില്ലാത്തൊരവസ്ഥ വരികയും പിന്നീട് കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയ സമയത്ത് തന്നെ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം ഈ ക്ലിനിക്കിനെതിരെയാണ്, ഈ കോപ്പറേറ്റീവ് സർവീസ് ക്ലിനിക്കിനെതിരെയാണ്. ഈ ക്ലിനിക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിപ്പിക്കുന്ന കോൺഗ്രസിന്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ തന്നെ ഉള്ള ഒരു ക്ലിനിക്ക് കൂടിയാണ് ഇത്. ഈ ക്ലിനിക്കിനെതിരെയാണ് കുടുംബം ആദ്യം മുതൽ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ അപ്പോഴും കുടുംബം തന്നെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമായിരിക്കും തങ്ങൾ കൃത്യമായ നിയമ നടപടിയിലേക്കൊക്കെ തന്നെ ഈ ക്ലിനിക്കിനെതിരെ അടക്കമുള്ള ആരോപണങ്ങളിൽ നിയമ നടപടിയിലേക്ക് പോകൂ എന്ന് കൂടി കുടുംബം പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ കുടുംബം ഉന്നയിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഇന്നലെ ആ ക്ലിനിക്കിലേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞിന് മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ സുന്നത്ത് കർമ്മം നടത്തുന്നതിനായിട്ട് വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തതിന് ശേഷമാണ് കുഞ്ഞിന് ശാരീരികമായ അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിച്ച ഒരു കൈപ്പിഴ കൊണ്ടാണ് ഈ കുഞ്ഞിന് മരണം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് കുടുംബം പറയുന്നത്. പക്ഷെ അപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണം എന്ന് പുറത്തു വരികയുള്ളൂ. നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരും എന്നാണ്. അതിനുശേഷമായിരിക്കും ഈ ക്ലിനിക്കിനെതിരെ അടക്കമുള്ള നടപടികളിലേക്ക് ഈ കുടുംബം നടക്കുക. ഈ സുന്നത്ത് എന്ന് പറയുന്നത് ഈ മതപരമായി നടത്തുന്ന ഒരു ചടങ്ങാണ്. ഈ ചടങ്ങിനിടെയാണ് വെറും 2 മാസം മാത്രം പ്രായമായ ഒരു ആൺകുഞ്ഞിന് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇത് ആരുടെ വീഴ്ചയാണ്? ക്ലിനിക്കിന്റെ വീഴ്ചയാണോ? മറ്റെന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ ഒരു വ്യക്തത വരും. രാഖി, ശരി അനഘ, കോഴിക്കോട് കാക്കൂറിലാണ് സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചത്. ഈ സംഭവത്തിൽ കാക്കൂർ കോപ്പറേറ്റീവ് ക്ലിനിക്കിനെതിരെയാണ് കുടുംബം രംഗത്തുള്ളത്. മരിച്ച 2 മാസം പ്രായമുള്ള ആ കുഞ്ഞിൻ്റെ ആൺകുഞ്ഞായിരുന്നു. ആ ആൺകുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്ത് വരികയും ചെയ്യും. എന്തായാലും മരണകാരണം, ക്ലിനിക്കിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, ഇതെല്ലാം തന്നെ കൂടുതൽ പരിശോധന വിധേയമാകേണ്ടതാണ്. കുടുംബം ഇത് സംബന്ധിച്ച് പരാതി നൽകുന്നുണ്ട്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനഘ ഹർഷനാണ് കോഴിക്കോട് നിന്ന്. ഇടുക്കിയിലെ കുമിളിക്കടുത്തുള്ള വനവാസി കുടിയിൽ നിന്നും ഗൃഹനാഥനെ കാണാതായി 2 മാസം പിന്നിട്ടിട്ടും യാതൊരു തുമ്പുമില്ല. മന്നാക്കുടി സ്വദേശി അയ്യപ്പനെയാണ് കാണാതെയായത്. പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തി പോലീസും അന്വേഷണം അവസാനിപ്പിച്ചതോടുകൂടി ആശങ്കയിലാണ് കുടുംബം. സഹോദരിയുടെ മകളുടെ വീട്ടിൽ മറന്നുവെച്ച ഫോൺ തിരികെയെടുക്കാൻ മെയ് മാസം 12-ാം തീയതിയാണ് അയ്യപ്പൻ പോകുന്നത്. രാത്രി വൈകിയും അയ്യപ്പനെ കാണാതായതോടെ സഹോദരിയുടെ മകളെ വിളിച്ചു തിരക്കിയപ്പോൾ ഭർത്താവിനൊപ്പം അയ്യപ്പൻ വീട്ടിലേക്ക് പോയിരുന്നുവെന്ന മറുപടിയാണ് ലഭിച്ചത്. രാത്രി വൈകിയും ഇരുവരെയും കാണാതായതോടെ രാവിലെ സഹോദരിയുടെ മകളുടെ ഭർത്താവിനെ ഫോണിൽ ബന്ധപ്പെട്ടു. എന്നാൽ അയ്യപ്പൻ തന്നോടൊപ്പം വന്നില്ല എന്നാണ് ഇയാൾ പറഞ്ഞത്. പകൽ സമയം കൂടി കാത്തിരുന്നിട്ടും അയ്യപ്പൻ വരാതായതോടെയാണ് കുടുംബം കുമളി പോലീസിൽ പരാതി നൽകിയത്. മെയ് 12-ാം തീയതി അത് ഫോണ് തപ്പിപ്പോയതാണ്. ഫോണ് കളഞ്ഞു പോയായിരുന്നു. ഇപ്പോൾ ഫോൺ അന്വേഷിച്ച് പോയ ആളാണ് ബന്ധു വീട്ടിൽ പോയിട്ടാണ് മിസ്സായേക്കുന്നത്. അവിടെ പോയിട്ട് അവിടെ ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അവിടെ കയറിപ്പോയത് എല്ലാവരും കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ നിന്ന് ഇറങ്ങി വന്നത് ആരും കണ്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ആൾ പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല. പോലീസിന് പരാതി കൊടുത്തു. പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും. പിന്നെ പട്ടിയൊക്കെ കൊണ്ടുവന്നു. അവർ അവിടെയും അന്വേഷിച്ചിട്ട് അവിടെ എങ്ങനെ ചെന്നില്ലെന്നാണ് പറയുന്നത്. ബന്ധു വീട്ടിലൊക്കെ വിളിച്ചു ചോദിച്ചു, അവിടെയും പോയിട്ടില്ലെന്നാണ് പറയുന്നത്. അയ്യപ്പനെ കാണാതായതിന് പിന്നാലെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും വനത്തിനുള്ളിൽ അയ്യപ്പൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ അയ്യപ്പനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസ് നായ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ വിവരങ്ങളൊന്നും ലഭിക്കാതെ വന്നതോടെ പോലീസും പിൻവാങ്ങി. അയ്യപ്പനെ കാണാതാകുന്നതിന് 2 ദിവസം മുമ്പ് സഹോദരിയുടെ മകളുമായി വാക്കുതർക്കമുണ്ടായിരുന്നുവെന്നാണ് പ്രദേശവാസികൾ നൽകുന്ന വിവരം.
ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് കുടുംബം സംശയങ്ങൾ ഉന്നയിച്ചെങ്കിലും പോലീസ് വിശദമായി അന്വേഷിച്ചില്ലെന്നും ആരോപണമുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ. ജനം, ഇടുക്കി. പട്ടികജാതി പട്ടികവർഗ OBC ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചതിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി ഹിന്ദു ഐക്യവേദി. സാമൂഹ്യനീതി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഐക്യവേദി നേതാക്കളും വിവിധ സാമുദായിക സംഘടനാ നേതാക്കളും ഇന്ന് ഗവർണറെ കാണുന്നുണ്ട്. സർക്കാർ നടപടിയിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്താണുള്ളത്. പ്രശാന്ത്, എപ്പോഴാണ് ഗവർണറുമായി കൂടിക്കാഴ്ച? എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി രാവിലെ 10 മണിയോടുകൂടി രാജ്ഭവനിലെത്തി ഗവർണറുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തും. SC/ST ഫണ്ട്, അതോടൊപ്പം തന്നെ OBC ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു എന്ന വിഷയത്തിലാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത്. അതായത് ബജറ്റിൽ നിശ്ചയിച്ചെങ്കിൽ പോലും ആ തുക പോലും നൽകാതെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു സമീപനമുണ്ടായി, വക മാറ്റി ചിലവഴിക്കുന്ന ഒരു സമീപനമുണ്ടായി. പല വിദ്യാർത്ഥികൾക്കും ഈ പട്ടികജാതി അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പല വിദ്യാർത്ഥികൾക്കും പഠനം പോലും മുടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഇതിലൂടെ വന്നെത്തിയത്. വലിയ രീതിയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഗവർണറെ ഇന്ന് ബോധിപ്പിക്കുകയും ചെയ്യും. സാമൂഹ്യനീതി കർമ്മസമിതി എന്ന കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് ഹിന്ദു ഐക്യവേദി നേതാക്കൾ ഇന്ന് ഗവർണറെ കാണുന്നത്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വകമാറ്റിയ നടപടി അവസാനിപ്പിക്കുക, സ്കോളർഷിപ്പ് വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കുക, ഗ്രാന്റ് വരുമാന പരിധി 8 ലക്ഷമായി ഉയർത്തുക, പ്രീ മെട്രിക് ഹോസ്റ്റൽ അലവൻസ് വർദ്ധിപ്പിക്കുക, അങ്ങനെ വിവിധ ആവശ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഗവർണർ ധരിപ്പിക്കുക. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികൽ ടീച്ചർ, സംസ്ഥാന അധ്യക്ഷൻ RV ബാബു ഉൾപ്പെടെയുള്ള ഹിന്ദു ഐക്യവേദി നേതാക്കളും അതോടൊപ്പം തന്നെ വിവിധ സാമുദായിക സംഘടനയിൽ പെട്ട നേതാക്കളടക്കം ഇന്ന് ഈ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും വിഷയത്തിൽ അറിയിക്കുകയും ചെയ്യും. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം, പല സമയങ്ങളിലായി നമ്മൾ വാർത്ത നൽകിയതാണ് ഈ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടതും അതോടൊപ്പം തന്നെ പിന്നോക്ക വിഭാഗത്തിൽ OBC വിഭാഗത്തിൽപ്പെട്ടതുമായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് സംസ്ഥാനത്ത് അവസ്ഥ മാറുന്നു. മാത്രമല്ല, ഇത്തരം ഫണ്ടുകൾ, അതായത് SC/ST ഫണ്ട് അടക്കമുള്ളവ ഒരു സംരക്ഷിത ഫണ്ടായിട്ടാണ് കേന്ദ്ര സർക്കാരായാലും ശരി സർക്കാരും അനുവദിക്കുന്നത്. ഭരണഘടനായുക്തമായിട്ടുള്ളൊരു സംരക്ഷിതമായിട്ടുള്ളൊരു അവകാശം എന്ന നിലയിലാണ്. അങ്ങനെ ആ സംരക്ഷിത അവകാശത്തെ ഇല്ലാതാക്കുന്നൊരു സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭരണഘടനയോടുള്ളൊരു വെല്ലുവിളിയാണെന്ന കാര്യവും ഗവർണറെ ഹിന്ദു ഐക്യവേദി നേതാക്കൾ എന്തായാലും അറിയിക്കും. ഉടനടി ഇതിനൊരു നടപടി ആവശ്യം വേണമെന്നും ഈ ആനുകൂല്യങ്ങൾ ഉടൻ തന്നെ നൽകുവാനുള്ള നടപടിയിലേക്ക് എത്തണമെന്നതടക്കമുള്ള കാര്യങ്ങളും ആശങ്കകളും ഹിന്ദു ഐക്യവേദി നേതാക്കൾ എന്തായാലും ഗവർണറെ അറിയിക്കും. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. കൂടിക്കാഴ്ചയിൽ വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ഗവർണറെ അറിയിക്കും. രാഖി. പ്രശാന്ത്, പട്ടികജാതി പട്ടികവർഗ OBC ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചതിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട് ഹിന്ദു ഐക്യവേദി. സാമൂഹ്യനീതി കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ഐക്യവേദി നേതാക്കളും വിവിധ സാമുദായിക സംഘടനകളും നേതാക്കളും ഇന്ന് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. രാവിലെ 10 മണിക്കാണ് കൂടിക്കാഴ്ച. ഇതിനിടെ ഞാൻ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി വായിക്കുകയായിരുന്നു. അജിത് ഭാസ്കറുടെ പ്രതികരണം ഞാൻ കണ്ടു, കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ റിപ്പോർട്ടർ അനഖയോട് ചില വിശേഷങ്ങൾ തിരക്കുന്നുണ്ട്. റിപ്പോർട്ടിംഗ് നന്നായിട്ടുണ്ടെന്ന് ചിലർ പ്രതികരണം നടത്തുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇതിനിടയിൽ നമ്മൾ വാർത്ത കൂടി പരിശോധിക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാർ മൂലം കുടുങ്ങിയ ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35 അറ്റകുറ്റപ്പണികൾ ഇന്ന് ആരംഭിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ നിന്ന് എത്തിയ 21 അംഗ സാങ്കേതിക വിദഗ്ധരാണ് തകരാറുകൾ പരിഹരിക്കുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി SP ശ്രീനന്ദയാണുള്ളത്. ശ്രീനന്ദ, ഈ 21 അംഗ വിദഗ്ധർ എത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് അറ്റകുറ്റപ്പണികൾ എപ്പോഴാണ് ആരംഭിക്കുക? രാഖി, ഇന്നലെയോടുകൂടിയാണ് ഈ ഒരു ബ്രിട്ടീഷ് സംഘം യുദ്ധവിമാനം നന്നാക്കുന്നതിന് വേണ്ടിയുള്ള 21 അംഗ ബ്രിട്ടീഷ് സംഘം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. ഇവർ 3 ആഴ്ചയായി ഈ ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35B എന്ന് പറയുന്ന വിമാനം ഇവിടെ സാങ്കേതിക തകരാർ മൂലം 3 ആഴ്ചകൾക്ക് മുൻപാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെയോടുകൂടിയാണ് ഈ ഒരു 20 അംഗ
സംഘം ഈ ഒരു വിമാനം ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. ഇവർക്ക് പൂർണ്ണ പിന്തുണയാണ് വിമാനത്താവള അതോറിറ്റിയും അതുപോലെ തന്നെ മറ്റുള്ളവരും നൽകിയിരിക്കുന്നത്. ഇന്നലെ ഇവർ ZM417 എന്ന വിമാനത്തിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. എന്തായാലും ഇന്നലെ തന്നെ ഈ യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ചാക്കയിലുള്ള എയർ ഇന്ത്യ ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള തീരുമാനമായിട്ടുണ്ട്. എന്തായാലും അങ്ങോട്ടേക്ക് മാറ്റിക്കഴിഞ്ഞു. തുടർന്ന് അവിടെ വെച്ചിട്ടായിരിക്കും ഈ ഉള്ള മറ്റു നടപടികൾ, എങ്ങനെ ഈ യുദ്ധവിമാനം നന്നാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാവുക. ഈ തീരുമാനം ഇപ്പോൾ തൽക്കാലം ഈ ഒരു മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ തകരാർ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ വിമാനത്തിൻ്റെ ചിറകുകളെല്ലാം തന്നെ അഴിച്ചു മാറ്റിയതിന് ശേഷം യുദ്ധവിമാനത്തിൽ ഈ വിമാനത്തെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുമെന്നൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇത് തകരാർ പരിഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളൊരു നീക്കമാണ് ആദ്യം ഈ ഒരു 21 സംഘം ചെയ്യാൻ പോകുന്നത്. അതിനുശേഷമായിരിക്കും പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിറകുകളെല്ലാം തന്നെ അഴിച്ചു മാറ്റിയ ശേഷം ഈ ഒരു വിമാനം ബ്രിട്ടനിലെ യുദ്ധവിമാനത്തിൻ്റെ ചിറകുകൾ അഴിച്ചു മാറ്റി കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എന്തായാലും 3 ആഴ്ചകൾക്ക് മുമ്പ് ജൂലൈ 14 യുദ്ധവിമാനം തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായത്. ശേഷം വിമാനം പലകുറി പരിഹരിക്കാൻ, ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കാൻ നോക്കിയെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. അതിനുശേഷമാണ് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം 21 അംഗ വിദഗ്ധ സംഘമാണ് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും ഇന്ന് മുതൽ ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലുള്ള ഹാങ്ങറിൽ ഈ ഒരു യുദ്ധവിമാനത്തിൻ്റെ തകരാർ പരിഹരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് വരും മണിക്കൂറിൽ മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുക. രാഖി. ശരി ശ്രീനന്ദ, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സാങ്കേതിക തകരാർ മൂലമാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനമായ F-35 കുടുങ്ങിയത്. എന്തായാലും അറ്റകുറ്റപ്പണികൾ ഇന്ന് ആരംഭിക്കുന്നുണ്ട്. 21 അംഗ സാങ്കേതിക വിദഗ്ധരാണ് തകരാറുകൾ പരിഹരിക്കാനായി എത്തിയിരിക്കുന്നത്. ശ്രീനന്ദ വാർത്തയുടെ വിവരങ്ങൾ നൽകി. അതോടൊപ്പം തന്നെ ഗിരിജ എന്ന പ്രേക്ഷക പറയുന്നുണ്ട്, F-35 അവസാനം നമ്പർ 1 കേരള നന്നാക്കി കൊടുക്കേണ്ടി വരുമോ എന്ന്. എന്തായാലും തൽക്കാലം 21 അംഗ സാങ്കേതിക വിദഗ്ധർ എത്തിയിട്ടുണ്ട്. അവർ തകരാറുകൾ പരിഹരിക്കും. ഇനി യമനിലെ ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി ഇസ്രയേൽ. ഹുദൈദ, റാസ് ഇസ, സലീഫ്, റാസ് ഖത്തീബ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. ആധുനിക റഡാർ സംവിധാനം സ്ഥാപിച്ചിട്ടുള്ള കപ്പലിലും ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇന്നലെ കപ്പലിന് നേരെ ഡ്രോൺ ബോട്ടുകൾ ഉപയോഗിച്ച് ഹൂതി ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രയേലിന്റെ സൈനിക നടപടി. വാർത്തയുടെ വിവരങ്ങൾ നൽകാനായ ഐസൺ ജോസാണുള്ളത്. ഐസൺ, വലിയ ആക്രമണമാണ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും അതിശക്തമായ ഒരു ആക്രമണമാണ് ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ നടന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രതിരോധം തീർക്കുക എന്ന നീക്കം തന്നെയാണ്, പ്രത്യേകിച്ച് ചെങ്കടലിലെ കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നൊരു നീക്കം തന്നെയാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. ഈ നടപടിയുടെ ലക്ഷ്യവും അത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും അതിശക്തമായ ഒരു ആക്രമണം നടന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ ഇടങ്ങളിൽ വൻതോതിലുള്ള ആക്രമണമാണ് നടന്നത്. ഇന്നലെ പറഞ്ഞതുപോലെ ഇസ്രായേലിൽ നിന്നും നേരത്തെ തട്ടിയെടുത്ത, അതായത് ഹൂതി ഭീകരർ നേരത്തെ തട്ടിയെടുത്ത 2023 നവംബറിൽ തട്ടിയെടുത്ത ഒരു കപ്പലുണ്ട്. ആ കപ്പലിലെല്ലാം തന്നെ ആധുനിക സംവിധാനങ്ങൾ, അതായത് റഡാർ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് ഹൂതി ഭീകരർ നടത്തിക്കൊണ്ടിരുന്നത്. അത്തരത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ആ കപ്പൽ ഉൾപ്പെടെ അത് ആക്രമണത്തിന് വിധേയമാക്കി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതിശക്തമായ ഒരു ആക്രമണം ആ മേഖലയിൽ നടത്തേണ്ടത് അനിവാര്യമായ ഒരു കാര്യം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്നതാണ്, ഇറാനെതിരെ അതിശക്തമായ സൈനിക നടപടി ഇസ്രായേലും അമേരിക്കയും സ്വീകരിച്ചതിന് ശേഷം ഹൂതി ഭീകരരുടെ ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന ബോധ്യം തീർച്ചയായും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്നലെ ചെങ്കടലിലൂടെ സഞ്ചരിച്ചിരുന്ന ഒരു വാണിജ്യ കപ്പലിന് നേരെ ഡ്രോൺ ബോട്ടുകൾ ഉപയോഗിച്ചൊരു ആക്രമണം നടന്നത്. 2 ഡ്രോൺ ബോട്ടുകൾ ആക്രമണത്തിൽ കൃത്യമായി കപ്പലിൽ വന്ന് ഇടിച്ചു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഹുദൈദ തുറമുഖത്ത് നിന്ന് 51 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു ഈ ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരിച്ചടി ഉണ്ടായില്ലെങ്കിൽ ചെങ്കടലിലെ യാത്രാ സംവിധാനങ്ങളെ വീണ്ടും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടികൾ എടുക്കുകയും കർശന നീക്കത്തിന്റെ ഭാഗമായി വലിയ തോതിൽ ഒരു ആക്രമണം നടക്കുകയും ചെയ്തതെന്നാണ് അറിയാനും സാധിക്കുന്നത്. യമനിലെ ഹൂതി ശക്തി കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത്. ആധുനിക റഡാർ സംവിധാനം സ്ഥാപിച്ചിട്ടുള്ള കപ്പലിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇന്നലെ കപ്പലിന് നേരെ ഡ്രോൺ ബോട്ടുകൾ ഉപയോഗിച്ച് ഹൂതി ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ സൈനിക നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ കനത്ത തിരിച്ചടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. വിവരങ്ങൾ നൽകിയത് ഐസൺ ജോസാണ്.
ഇനി അമേരിക്കയിലേക്കാണ്. ഇലോൺ മസ്കിന്റെ പാർട്ടി രൂപീകരണം പരിഹാസ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിൽ മൂന്നാമതൊരു പാർട്ടി ആശയക്കുഴപ്പം സൃഷ്ടിക്കും. മസ്കിന്റെ യാത്ര പാളം തെറ്റിയ അവസ്ഥയിലാണ് എന്നും സർവനാശത്തിലേക്കാണ് പോകുന്നത് എന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. I think it's ridiculous to start a third party. We have a tremendous success with the Republican Party. The Democrats have lost their way, but it's always been a two-party system. And I think starting a third party just adds to confusion. It really seems to have been developed for two parties. Third parties have never worked. So he can have fun with it, but I think it's ridiculous. ഐസൺ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഐസൺ, ഈ ട്രംപ് മസ്ക് പോര് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണല്ലേ? തീർച്ചയായും രാഖി, വലിയൊരു പ്രതികരണം തന്നെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ദി അമേരിക്ക പാർട്ടി എന്ന് പറയുന്ന പുതിയ പാർട്ടി സംവിധാനത്തെ, പുതിയ പാർട്ടി സ്ഥാപിക്കാനുള്ള ഇലോൺ മസ്കിന്റെ നീക്കത്തിനെതിരെ ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. ശക്തമായ ഒരു എതിർപ്പ് തന്നെ ആ പാർട്ടിക്ക് ഉണ്ടാകുമെന്ന തെളിവ് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുന്നത് രണ്ട് പാർട്ടികളുടെ ഒരു സിസ്റ്റമാണ് അമേരിക്കയിൽ പ്രായോഗികമായുള്ളത്. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ രണ്ട് പാർട്ടികൾ കൃത്യമായി മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ഡെമോക്രാറ്റുകൾ വൻ പരാജയം നേരിട്ടുവെങ്കിൽ കൂടി അത്തരത്തിലൊരു സംവിധാനമാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല റിപ്പബ്ലിക്കൻ പാർട്ടി വൻ വിജയം നേടുകയും ചെയ്തു കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ. അതെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് പാർട്ടികളുടെ ഒരു രീതിയാണ് അമേരിക്കയിലുള്ളത്. മൂന്നാമതൊരു പാർട്ടി ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ചെയ്യുക. സ്വാഭാവികമായും രണ്ട് ആശയങ്ങളല്ല, മറിച്ച് മൂന്നാമത്തെ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് ചെയ്യുക എന്നൊരു നിലപാട് വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സുപ്രധാന കാര്യം എടുത്തു പറയുന്നത്, ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് എടുത്തു പറയുന്നത്, ഇത്തരത്തിലൊരു നീക്കം ഇലോൺ മസ്കിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയൊരു അബദ്ധ സഞ്ചാരത്തിന്റെ ഭാഗമാണ്. അദ്ദേഹം പൂർണ്ണമായും ഒരു പാളം തെറ്റിയ അവസ്ഥയിൽ യാത്ര ചെയ്യുന്ന ഒരു സർവനാശത്തിന് സമാനമായ ട്രെയിൻ wreck എന്ന രീതിയിലൊക്കെയുള്ള ഒരു വാക്കുകളാണ് ട്രംപ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ ഇലോൺ മസ്കിന്റെ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന സബ്സിഡികളെല്ലാം തന്നെ പരിശോധിക്കാൻ ഡോജിന് നിർദ്ദേശം നൽകുന്നു. അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിക്ക് നിർദ്ദേശം നൽകുന്നു. അത്തരത്തിലുള്ള പല നടപടികളും ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പാർട്ടി രൂപീകരണം എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ പാർട്ടി രൂപീകരിക്കുന്നതിലേക്ക് ഇലോൺ മസ്കിനെ നയിച്ച ഘടകം എന്ന് പറയുന്നത് ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്ന, നേരത്തെ നമ്മൾ പലതവണ വാർത്തകളിൽ നിറഞ്ഞു നിന്ന വിഷയമായ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറയുന്ന 5 ട്രില്യണായി കടപരിധി ഉയർത്തുകയും ചെലവ് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുള്ള ഒരു ബില്ല് പാസ്സാക്കാനുള്ള നീക്കമാണ്. ഈ പാസ്സാക്കാനുള്ള നീക്കം ആരംഭിച്ച ഉടൻ തന്നെ ഡോജിന്റെ, അതായത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മേധാവി സ്ഥാനത്ത് നിന്ന്, ആദ്യമായി രൂപീകരിക്കപ്പെട്ട വകുപ്പിന്റെ മേധാവി സ്ഥാനത്ത് നിന്ന് ഇലോൺ മസ്ക് രാജിവെക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. പിന്നീടാണ് പാർട്ടി രൂപീകരിക്കുമെന്ന നിലപാട് അറിയിച്ചത്. ഇക്കഴിഞ്ഞ ദിവസം രണ്ട് സഭകളും, ഈ അമേരിക്കൻ കോൺഗ്രസിലെ രണ്ട് സഭകളും ഈ ബില്ല് പാസ്സാക്കുകയും ട്രംപ് അംഗീകരിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് പാർട്ടി രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയും അതിലേക്കുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് ട്രംപിന്റെ നിർണായകമായ പ്രതികരണം വന്നിരിക്കുന്നത് എന്നതും രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട്. യൂട്യൂബിലെ പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോവുകയാണ്. സദാനന്ദൻ നെടുതിലം ആശംസ അറിയിക്കുന്നുണ്ട്. തിരിച്ചും നല്ലൊരു ദിവസം നേരിക്കുകയാണ്. വാർത്തകൾ നോക്കുന്നു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തും. കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ ഇറങ്ങുന്ന ഉപരാഷ്ട്രപതി 9 മണിയോടെയാണ് ക്ഷേത്ര ദർശനം നടത്തുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് ഗുരുവായൂർ. രാവിലെ 8 മണി മുതൽ 10 മണി വരെ ദർശനത്തിന് നിയന്ത്രണവും ഉണ്ട്. വിവരങ്ങൾ നൽകാനായി സാനു കെ സജീവാണുള്ളത്. സാനു, എങ്ങനെയാണ്, വലിയ നിയന്ത്രണമൊക്കെയാണ് ക്ഷേത്ര പരിസരത്ത് ഏർപ്പെടുത്തിയിട്ടുള്ളത്? എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ? രാഖി, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിന്റെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ നിലവിൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അതായത് രാവിലെ 8 മണി മുതൽ 10 മണി വരെ 2 മണിക്കൂർ നേരം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനത്തിന്, അതായത് ഭക്തരുടെ ദർശനത്തിന് കർശനമായിട്ടുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം 8:40 ഉപരാഷ്ട്രപതി ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഹെലിപ്പാഡിൽ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 9 മണിയോടുകൂടി, അതായത് 8:40 അദ്ദേഹം ഹെലികോപ്റ്റർ ഇറങ്ങിക്കഴിഞ്ഞാൽ 9 മണിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എത്തും, ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തും. തുടർന്ന് ക്ഷേത്ര ദർശനം നടത്തുമെന്നാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സമയത്ത്, ഈ ഉപരാഷ്ട്രപതിയുടെ സന്ദർശന സമയത്ത് ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന്റെ പരിസരത്തും കർശന നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ നിലവിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഗുരുവായൂർ ക്ഷേത്രവും അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളും പോലീസിന്റെ ബന്ദോബസ്തിൽ തന്നെയാണ്. അതായത് ക്ഷേത്ര ദർശനം കഴിയുന്നവരെ, അതായത് ഉപരാഷ്ട്രപതിയുടെ ഗുരുഭവനപുരിയിലെ ദർശനം കഴിയുന്നത് വരെ പൂർണ്ണമായിട്ട് ഈ പ്രദേശത്ത്
നിയന്ത്രണം ഉണ്ടാകുമെന്നും അതേപോലെ തന്നെ 2 മണിക്കൂർ നേരം തീർത്ഥാടകർക്ക് അതായത് ഭക്തർക്ക് കർശന നിയന്ത്രണം ക്ഷേത്രത്തിനുള്ളിൽ ഏർപ്പെടുത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ തെക്കേ ഗോപുരനടയുടെ ശ്രീവത്സത്തിലാണ് അദ്ദേഹം എത്തുന്നത്. ഹെലികോപ്റ്റർ ഇറങ്ങിയതിന് ശേഷം ശ്രീവത്സത്തിലേക്ക് എത്തും. അവിടെ നിന്ന് അദ്ദേഹം ആണ് ക്ഷേത്രത്തിലേക്ക് എത്തുക. തുടർന്ന് ഈ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് പൂർണ്ണമായിട്ടും തെക്കേ നടയിലുള്ള ഇരുഭാഗങ്ങളിലുള്ള കടകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ കടകൾ തുറക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഭാഗത്തൂടെ ഈ കടകളിലടക്കം തുറക്കാനായിട്ടുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ഈ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പോകുന്നതും വരുന്നതുമായ വഴികളിലും വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വാഹനങ്ങൾ പാർക്കിങ്ങിനോ അല്ലെങ്കിൽ വലിയ ഭാരം കയറ്റിയ വാഹനങ്ങൾ വരുന്നതിനോ നിലവിൽ പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് ഉപരാഷ്ട്രപതിയുടെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സുരക്ഷാ നടപടികളും പൂർത്തിയായിരിക്കുകയാണ്. 8:40 അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിൽ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ ഇറങ്ങും. തുടർന്ന് ശ്രീവത്സത്തിലെത്തുകയും അവിടെ നിന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. സാനു, ഈ ക്ഷേത്ര ദർശനം എന്നതിലുപരി മറ്റെന്തെങ്കിലും പരിപാടികൾ ഇന്ന് അവിടെ നടക്കുന്നുണ്ടോ? എപ്പോഴായിരിക്കും അദ്ദേഹം മടങ്ങുക? നമ്മൾക്കറിയാൻ സാധിക്കുന്ന 2 മണിക്കൂർ സമയമാണ് ഇവിടെ ഈ ക്ഷേത്ര ദർശനവും ഈ മറ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഉപരാഷ്ട്രപതി ഗുരുവായൂരിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റ് ഔദ്യോഗിക പരിപാടികളെല്ലാം കൊച്ചിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 2 മണിക്കൂർ നേരമാണ് അദ്ദേഹം ഗുരുവായൂർ ചെലവഴിക്കുക. അതായത് ക്ഷേത്ര ദർശനത്തിന് മാത്രമായിട്ട് ഏകദേശം 45 മിനിറ്റ് ആവും അദ്ദേഹം ചെലവഴിക്കുക. അതിനുശേഷം ഇവിടുന്ന് മടങ്ങും എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആ സമയത്താണ് ഇവിടെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2 മണിക്കൂർ സമയം, അതായത് ചോറൂണ്, അതായത് രാവിലെ 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ചോറൂണിനും അതേപോലെ തന്നെ വിവാഹമടക്കമുള്ള കാര്യങ്ങൾക്കും ക്ഷേത്രത്തിൽ നിയന്ത്രണമുണ്ട്. ഒപ്പം തന്നെ ഈ മുതിർന്ന പൗരന്മാർക്കുള്ള ക്യൂ സംവിധാനങ്ങളും ഈ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ സമയങ്ങളിൽ ഈ ഒരു 7 മണി മുതൽ 10 മണി വരെയാണ് സുരക്ഷയെങ്കിലും 2 മണിക്കൂർ സമയമാണ് ഭക്തർക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ഉണ്ടാകുക. 8 മുതൽ 10 വരെയാകും ഈ ഭക്തർക്ക് നിയന്ത്രണമുള്ളത്. ഈ 45 മിനിറ്റോളമാണ് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലും ചെലവഴിക്കുക എന്നാണ് ഔദ്യോഗികമായിട്ട് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. രാഖി. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഇന്ന് രാവിലെ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിലാണ് അദ്ദേഹം എത്തുക. ഉപരാഷ്ട്രപതി 9 മണിയോടെ ക്ഷേത്ര ദർശനം നടത്തും. വലിയ നിയന്ത്രണമൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർശന നിയന്ത്രണമാണ്. ദർശനത്തിനുള്ള നിയന്ത്രണമുണ്ട്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരം. 8 മണി മുതൽ 10 മണി വരെ ദർശനത്തിന് നിയന്ത്രണം എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. സാനുക്യ സജീവാണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. ആശങ്ക ഒഴിയാതെ സംസ്ഥാനത്തെ നിപ്പ. പാലക്കാട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ബന്ധുവായ മറ്റൊരു കുട്ടിക്ക് കൂടി പനി ബാധിച്ചത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം തന്നെ യുവതിയുടെ ആരോഗ്യസ്ഥിതി മോശമായി തുടരുകയുമാണ്. പനി ബാധിച്ച മറ്റ് 3 കുട്ടികളും ചികിത്സയിൽ തുടരുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നത് ആശ്വാസകരമാണ്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ പരിശോധനാ ഫലം ഇന്ന് വരുന്നുമുണ്ട്. 173 പേരെയാണ് നിലവിൽ പാലക്കാട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകാനായി അരുൺ ആലത്തൂരാണുള്ളത്. അരുൺ, എന്തായാലും ഒരു കുഞ്ഞിൻ്റെ പ്രാഥമിക പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്നത് ആശ്വാസകരമാണ്. ഒപ്പം മറ്റു കുട്ടികളുടെ പരിശോധനാ ഫലം ഇന്ന് വരുന്നുണ്ട്. 173 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി പറഞ്ഞതുപോലെ തന്നെയാണ്. പ്രധാനമായിട്ടും ഇപ്പോൾ ആശങ്ക കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം നിപ ബാധിച്ച ആ 38-കാരിയുടെ സ്ഥിതി അതീവ ഗുരുതരമായിട്ട് തുടരുകയാണ്. അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന സ്ഥിതിയാണ്. അതിനിടെയാണ് ഇപ്പോൾ കൂടുതൽ പേർക്ക് ഈ പനി വരുന്ന ഒരു സാഹചര്യം. ആ യുവതിയുടെ ബന്ധുക്കളായ മറ്റൊരു കുട്ടിക്ക് കൂടി ഇപ്പോൾ പനി അനുഭവപ്പെടുന്നു. ഇതോടെ യുവതിയുടെ ബന്ധുക്കളായ കുട്ടികളിൽ 4ാമത്തെ ആൾക്കാണ് പനി ബാധ ഉണ്ടായിരിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മയും സഹോദരനും ഒക്കെ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. ഈ പനി അനുഭവപ്പെട്ട കുട്ടിയെ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഈ യുവതിയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള പനി ബാധിച്ചവരുടെ എണ്ണം 4ആയി മാറിയിട്ടുണ്ട്. അതിൽ തന്നെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞ കുട്ടിയുടെ ഈ സ്രവ പരിശോധനയുടെ ഫലം അത് നെഗറ്റീവ് ആണ് എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമുണ്ട്. പ്രാഥമിക പരിശോധനാ ഫലമാണ് നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഈ പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന പനി ബാധിച്ചിട്ടുള്ള 2 കുട്ടികളുടെ അവരുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തു വരും. ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജിൽ 3 കുട്ടികളാണ് പനി ബാധിച്ച്, ഈ യുവതിയുടെ കോണ്ടാക്ട് ലിസ്റ്റുള്ള 3 കുട്ടികളാണ് പനി ബാധിച്ച് നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു സ്ഥിതി ഉള്ളത്. ഏതായാലും ഈ നിപ്പയുമായി ബന്ധപ്പെട്ട്
അവലോകന യോഗങ്ങളും മറ്റുമൊക്കെ ജില്ലയിൽ തുടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഉള്ളത്. 173 പേരെയാണ് നിലവിൽ പാലക്കാട് ജില്ലയിലെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2185 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ ഭവന സന്ദർശനം നടത്തി വിവരശേഖരം ചെയ്തിട്ടുണ്ട്. ജില്ലാ മാനസികാരോഗ്യ വിഭാഗം 165 പേർക്ക് ടെലിഫോണിലൂടെ കൗൺസിലിംഗ് സേവനവും മറ്റും നൽകിയിട്ടുണ്ട്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ലിലേക്ക് 21 കോളുകൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങൾ പ്രധാനമായിട്ട് മാസ്ക് ധരിക്കുകയും അതുപോലെ തന്നെ സാനിറ്റൈസ് ചെയ്യുകയും ഒക്കെ ഉൾപ്പെടെയുള്ള ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി അനുസരിക്കണമെന്നും കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ തന്നെ ആവശ്യപ്പെടുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം എന്നുള്ളത് ഒരു കുട്ടിക്ക് കൂടി പനി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും മറ്റ് 2 കുട്ടികളുടെ സ്രവ പരിശോധന ഫലവും ഇന്ന് പുറത്തു വരാനിരിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് നിപ്പ ആശങ്ക ഒഴിയുന്നില്ല. പാലക്കാട് യുവതി ഗുരുതരാവസ്ഥയിലാണ്. ഒപ്പം ഒരു കുട്ടിയുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്. എന്നാൽ മറ്റു കുട്ടികളുടെ പരിശോധനാ ഫലം ഇന്ന് വരുന്നുമുണ്ട്. എന്തായാലും നിപ്പ ആശങ്ക ഒഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. ഒപ്പം പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടി പരിശോധിക്കുകയാണ്. ശശി CR എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, കപ്പിത്താൻ എത്തിയ വിവരം ട്രംപ് അറിഞ്ഞോ? അവിടെ കൊടുങ്കാറ്റും മഴയുമാണ് എന്ന് പരിഹസിക്കുന്നുണ്ട്. ഒപ്പം ഗോപകുമാർ എന്ന പ്രേക്ഷകൻ ജനം TV-യിലെ എല്ലാ ജീവനക്കാർക്കും സുപ്രഭാതം നേരുന്നുണ്ട്. എന്തായാലും കൂടുതൽ പ്രതികരണത്തിലേക്കൊക്കെ തന്നെ വരാം. അതിനു മുൻപ് ഒരു വാർത്ത നോക്കുകയാണ്. സർക്കാർ കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപ മുടക്കി പണി ആരംഭിച്ച സത്യൻ നഗർ സ്റ്റേഡിയം എങ്ങും എത്തിയില്ല. തിരുവനന്തപുരം നേമം മണ്ഡലത്തിൽ എസ്റ്റേറ്റ് വാർഡിലെ കളിക്കളത്തിന്റെ അറ്റകുറ്റപ്പണിയാണ് പാതി വഴിയിലായത്. മന്ത്രിയും സ്ഥലം MLA-യുമായ V ശിവൻകുട്ടി 2 മാസം മുൻപ് ഉദ്ഘാടനം നിർവഹിച്ച കളിക്കളമാണ് ഇപ്പോൾ അന്യാധീനമാക്കിയിരിക്കുന്നത്. സർക്കാർ കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി തുടങ്ങിയ നേമം മണ്ഡലത്തിലെ എസ്റ്റേറ്റ് വാർഡിലെ സത്യൻ നഗർ സ്റ്റേഡിയത്തിന്റെ പണി പാതി വഴിയിൽ മുടങ്ങി. കാടുകയറിയും ചെളി നിറഞ്ഞും ശോചനീയാവസ്ഥയിൽ കിടന്ന സ്റ്റേഡിയം നവീകരിക്കുന്നതിന്റെ ഭാഗമായാണ് 1 കോടി രൂപ അനുവദിച്ച് പണി തുടങ്ങിയത്. എന്നാൽ സ്റ്റേഡിയത്തിന്റെ സ്ഥലത്തു നിന്നും സമീപത്തെ വീടുകളിലേക്ക് വഴി വേണമെന്ന ആവശ്യവുമായി ചിലർ എത്തിയതോടെയാണ് പണി നിലച്ചത്. വഴി ആവശ്യമുള്ളവർ സ്റ്റേഡിയത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണം തടയാൻ ശ്രമിക്കുന്നതായും ആരോപണമുണ്ട്. ഓടയുടെ നിർമ്മാണവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചുറ്റുമതിലിനായി കോൺക്രീറ്റ് ചെയ്യാൻ കമ്പി കെട്ടിയ നിലയിലാണ്. കഴിഞ്ഞ 2 മാസമായി പണി തടസ്സപ്പെട്ടിരിക്കുകയാണ്. മണ്ണിട്ടുയർത്തിയ ഒരു കെട്ടിടമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. സ്റ്റേഡിയത്തിന് സമീപമുള്ളവർക്ക് ടാർ ചെയ്ത റോഡുള്ളപ്പോൾ വീണ്ടും വഴിക്കു വേണ്ടി കളിസ്ഥലം വിട്ടുകൊടുക്കാനാകില്ലെന്നാണ് സ്റ്റേഡിയത്തിനു വേണ്ടി വാദിക്കുന്നവരുടെ നിലപാട്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രിയും സ്ഥലം MLA-യും കൂടിയായ V ശിവൻകുട്ടിയാണ് 2 മാസം മുൻപ് നിർവഹിച്ചത്. ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2 ഏക്കറോളം വരുന്ന സ്റ്റേഡിയത്തിൽ കായിക വകുപ്പിന്റെ ഫണ്ടും MLA ഫണ്ടും ഉപയോഗിച്ചാണ് നിർമ്മാണം. പണ്ട് നേമം പഞ്ചായത്തിന്റെ ഭാഗമായിരുന്നപ്പോഴാണ് കുളം നികത്തി കളിക്കളം നിർമ്മിച്ചത്. ജനം, തിരുവനന്തപുരം. കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി തുടർ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു. തലയോലപ്പറമ്പ് ഉമാക്കുന്നിലെ വീട്ടിൽ നിന്നാണ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ടത്. അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് BJP-യുടെ പ്രതിഷേധ മാർച്ച് ഇന്ന് നടക്കും. കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള മാർച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഉദ്ഘാടനം ചെയ്യുക. വിവരങ്ങൾ നൽകാനായി ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, നവമി ആശുപത്രിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇതിനു മുൻപ് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ അമ്മ ബിന്ദു ഉണ്ടായിരുന്നു. പിന്നീട് ആ അമ്മയെ ജീവനറ്റ നിലയിൽ ആ വീട്ടിലേക്ക് എത്തിക്കേണ്ടി വന്നു. വല്ലാത്തൊരു ദുരവസ്ഥയാണ്. എങ്ങനെയാണ് ഇന്ന് നവമി മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായോ? ഇന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ചികിത്സ എങ്ങനെയാണ്? തുടർ ചികിത്സയും മറ്റും അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി. നവമി ഇന്ന് ചികിത്സയ്ക്കായി കൊണ്ടുപോയി അല്പം മുമ്പാണ് 7:30 കൂടിയാണ് നവമി ചികിത്സയ്ക്കായി പോകുന്നത്. ഇതിനിടെ നമുക്ക് നവമിയുടെ അമ്മൂമ്മ സീതാലക്ഷ്മി ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അമ്മ ഇപ്പോൾ നവമിയുടെ ചികിത്സയ്ക്കായിട്ട് പോയിരിക്കുകയാണ്. ചികിത്സയ്ക്കായിട്ടായിരുന്നു നവമി അവിടെ കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിച്ചതും ഈ കാരണമായ സംഭവങ്ങളിലേക്ക് എത്തിയത്. ഈ ചികിത്സയുടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കാണുന്നത്? ചികിത്സ ഞങ്ങൾക്ക് പൈസയുടെ കുറവുകൊണ്ടാണല്ലോ മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്പറേഷനൊക്കെ പണമുള്ളവരാണെങ്കിൽ പ്രൈവറ്റായിട്ടൊക്കെ പോയി ചികിത്സിക്കും. അതിനുള്ള നിവൃത്തികേട് കൊണ്ടാണ് അവിടെ പോയത്. അപ്പോൾ അവരെല്ലാം അപ്പോഴും എല്ലാം നടത്തി തരുക അവർ സന്നദ്ധരായിരുന്നു.
അപ്പോഴിങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റി അതിൻ്റെ കുഞ്ഞിൻ്റെ അമ്മയും പോയി. രണ്ടാമത് അവർ പറഞ്ഞ് 2-3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ചെല്ലാൻ പറഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ സഞ്ചയനവും അതിൻ്റെ കർമ്മങ്ങളും ഒക്കെ നടക്കുന്നു. അതിൽ അവളെ ഇപ്പോൾ പങ്ക് കൊള്ളിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഇന്ന് 7:30 അവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ ആകട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു അവരവിടെ എല്ലാ സജ്ജീകരണവും ചെയ്തു വയ്ക്കും. അപ്പോൾ നമ്മൾ ചെന്നില്ലെങ്കിൽ അപ്പോൾ അവരെ അവഹേളിക്കുന്ന മട്ടിലല്ലേ. എൻ്റെ കുഞ്ഞ് പോയി ഓപ്പറേഷനൊക്കെ ഭംഗികരമായി നടത്തി വരട്ടെ മക്കളെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള സന്തോഷ വാർത്തയൊക്കെ ഇനിയുള്ളൂ. ഇത്രയും പറയാൻ എനിക്കിപ്പോൾ സന്മനസ്സുള്ളൂ. മോനെ രാഖി, നവമിയുടെ അമ്മൂമ്മയാണ് ഇപ്പോൾ പറഞ്ഞത് തുടർ ചികിത്സയ്ക്ക് നേരത്തെ തന്നെ 2 സർജറികൾ ആവശ്യമാണ് നവമിക്ക് എന്ന കാര്യം അവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ഒരു ചികിത്സാർത്ഥം അവിടെ ചെന്ന സമയത്താണ് ഇങ്ങനെയൊരു ദാരുണമായ അപകടം നടക്കുന്നത്. കെട്ടിടം തകർന്ന് ബിന്ദുവിൻ്റെ മരണത്തിലേക്ക് നയിക്കുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. എന്നാൽ പൂർണ്ണമായും ആരോഗ്യസ്ഥിതി നവമിയുടെ മാറിയിട്ടുണ്ടായിരുന്നില്ല. സർജറിക്ക് വേണ്ടി ഉള്ള അവിടെ പ്രവേശിപ്പിച്ച അതേ സമയത്ത് തന്നെയായിരുന്നു ബിന്ദുവിൻ്റെ മരണത്തെ തുടർന്ന് ഈ വീട്ടിലേക്ക് നവമിയെ ഇങ്ങോട്ട് എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും തുടർ ചികിത്സ അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു. ഈ ഒരു അപകടത്തിന് ശേഷം ഇത്തരൊരു സാഹചര്യത്തിൽ അത്തരം കാര്യങ്ങളായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത്. പൂർണ്ണമായും തുടർ ചികിത്സ സൗജന്യമായിരിക്കും. എല്ലാ സർജറികളും വിദഗ്ധ സംഘത്തിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ നടത്തും എന്നീ കാര്യങ്ങളായിരുന്നു പ്രധാനമായും ആരോഗ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും എല്ലാം വാഗ്ദാനം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും നവമിയെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് തുടർ ചികിത്സയുടെ ഭാഗമായി ബന്ധുക്കൾ എത്തിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ബിന്ദുവിൻ്റെ സഞ്ചയന കർമ്മങ്ങൾ അടക്കമുള്ള മരണാനന്തര ചടങ്ങുകൾ ഇന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വലിയ പ്രതിഷേധങ്ങൾ അത് അവസാനിക്കുന്നില്ല. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലെ കെടുകാര്യസ്ഥതയും ഒപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന വലിയ ഒരു വീഴ്ച നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് തുറന്നു കാണിച്ചുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ വലിയ പ്രതിഷേധത്തിലാണ്. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നത്. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ പ്രതിഷേധങ്ങളായിരുന്നു അലയടിച്ചിരുന്നത്. അല്പസമയം മുമ്പ് നവമിയുടെ അച്ഛൻ വിശ്രുതൻ നമ്മളോട് സംസാരിച്ചിരുന്നു. വിശ്രുതൻ തുടർ ചികിത്സകൾ നടക്കുന്ന ഒരു ആശ്വാസത്തിൽ, അല്ലെങ്കിൽ നവമിയുടെ തുടർ ചികിത്സകൾക്ക് കൊണ്ടുപോയതും ആ സർജറികളെല്ലാം തന്നെ നടത്താൻ കഴിയും, പൂർണ്ണമായും സുഖപ്പെട്ട് നവമി വരാൻ കഴിയുമെന്ന വലിയൊരു ആശ്വാസത്തിൽ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് അത്താണിയാകുന്ന മകന് ഒരു സ്ഥിര ജോലി എന്ന കാര്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരു സ്ഥിരമായ ജോലി, പ്രത്യേകിച്ച് നവനീത് പഠിച്ച കോഴ്സുമായി ബന്ധപ്പെട്ട ജോലികൾ. കാരണം പ്രത്യേകിച്ച് ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ഒരു സംഭവത്തിന് ശേഷം, ബിന്ദുവിൻ്റെ മരണത്തിന് ശേഷം അതേ സ്ഥലത്ത് വീണ്ടും ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥ അത് നവനീതിന് ഒരിക്കലും താങ്ങാൻ കഴിയുന്നതല്ല. കാര്യം നവനീത് സൂചിപ്പിക്കുകയും പല ബന്ധുക്കളോടെല്ലാം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഒരു താൽക്കാലിക ജോലിയാണ് അവിടെ ഇപ്പോൾ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു സ്ഥിര ജോലി അത് ഈ സർക്കാർ സംവിധാനത്തിന് കീഴിൽ തന്നെ നവനീത് പഠിച്ച എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ജോലി ലഭിക്കുകയാണെങ്കിൽ അത് കുടുംബത്തിന് കൂടുതൽ സഹായകരമാകും ഈ സ്ഥിതിയിൽ. മാത്രമല്ല ഈ വീട് ശോചനീയാവസ്ഥയിലുള്ള വീട് അടക്കം നന്നാക്കി നൽകാമെന്നും അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീർക്കാമെന്ന ഒരു കാര്യം പറയുകയും ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങളിൽ എല്ലാം തന്നെയുള്ള ഒരു ഉറപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മളോട് അല്പം മുമ്പ് വിശ്രുതൻ ചേട്ടൻ സംസാരിച്ചിരുന്നു. വീണ്ടും നമ്മൾ ഈ ലൈവിൻ്റെ സമയത്ത് അദ്ദേഹത്തോട് ഒന്നും കൂടെ സംസാരിക്കുകയാണ്. വിശ്രുതൻ ചേട്ടാ, നവമി ഇപ്പോൾ തുടർ ചികിത്സക്കായി പോയിരിക്കുകയാണ്. ഇനി 2 സർജറിയാണ് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു മെഡിക്കൽ ബോർഡെല്ലാം രൂപീകരിച്ചിട്ടെല്ലാം കാര്യങ്ങളും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. മെഡിക്കൽ ഡോക്ടേഴ്സിനെയൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. നമ്മൾ ചെല്ലാത്ത കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ വഴിക്ക് നടക്കും. ആ ഒരു ഇതാണ് പൂർണ്ണമായും സുഖപ്പെട്ട് വരട്ടെ, അസുഖം മാറട്ടെ കുഞ്ഞിൻ്റെ. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാൻ പോകണ്ടേ, നമ്മുടെ കാര്യം അവരെ കാര്യം നോക്കണ്ടേ, പഠിക്കണമല്ലോ. പഠിക്കാൻ കൊണ്ടാക്കിയപ്പോൾ ആ അസുഖങ്ങളായി, ഈ വിഷമങ്ങളുമായി, ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയല്ലോ ഞങ്ങൾക്ക്. അവരുടെ ഭാവിയും പോയി, അസുഖം ഭേദമായിട്ട് പഠിക്കാൻ പോട്ടെ. ഈ കഷ്ടപ്പെട്ടതിനൊക്കെ ഒരു ഫലം ഉണ്ടാവട്ടെ അല്ലേ? അതാ പറയുന്നത്. അതല്ലേ നമ്മുടെയൊക്കെ ഒരു ആശ്വാസം അല്ലേ? വീണ്ടും ആരോഗ്യസ്ഥിതി വീണ്ടും എടുത്ത് പഠിക്കാൻ പോകണം. അതാണ് ഇനി പ്രതീക്ഷ. അവന് ആരും ഇല്ലല്ലേ. ഞാൻ പെങ്ങളാണ്.
നമുക്കിനി പറയാൻ എന്തോന്നാ പറയുന്നത്, കുഞ്ഞിന് ആരോഗ്യം വരട്ടെ. പിന്നെ ചടങ്ങും കാര്യമാണ്. അതിപ്പോൾ അവനും ഉണ്ട്, അവൻ്റെ മോനും ഉണ്ട്. പിന്നെ ബാക്കി ഏറ്റവും പ്രധാനപ്പെട്ടവരെ കുഞ്ഞിൻ്റെ കൂടെ പോയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ചടങ്ങും കാര്യമൊന്നുമില്ല, ചെറിയ രീതിയിലൊരു ഞങ്ങളുടെ മതപരമായിട്ട് ചടങ്ങ് ചെയ്തങ്ങ് നിർത്തുക. ആദ്യമേ കുഞ്ഞിൻ്റെ കാര്യം പോയതിൽ എല്ലാം വിജയിച്ച് അവിടെ ജീവനൊരു ഇതുമില്ലാതെ നല്ല രീതിയിൽ വരട്ടെന്ന് എനിക്ക് പറയാനൊന്നുമില്ല. ഇത്രയേ ഉള്ളൂ. ഓക്കെ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി ഇന്ന് തുടർ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് പുറപ്പെട്ട ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ജിജീഷ് കരുണാകരനാണ് വീട്ടിൽ നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. പരാധീനതകൾക്ക് നടുവിൽ ഇടുക്കി മെഡിക്കൽ കോളേജ്. മലയോര മേഖലയുടെ ആശ്രയമായ മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. 11 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കും എന്ന വാഗ്ദാനവും പാഴായിട്ടുണ്ട്. രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക് റഫർ ചെയ്യുന്നതും തുടർക്കഥയായി മാറുന്നു. അനാസ്ഥയിൽ പ്രതിഷേധിച്ച് BJP നോർത്ത് ജില്ലാ കമ്മിറ്റി ഇന്ന് മാർച്ച് നടത്തുന്നുണ്ട്. വിവരങ്ങൾ നൽകാനായി സുബിൻ തോമസ് ആണുള്ളത്. സുബിൻ, മെഡിക്കൽ കോളേജിലെ വീഴ്ചകൾ അല്ലെങ്കിൽ തകരാറുകളൊക്കെ വാർത്ത ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇടുക്കിയിലെ വാർത്തയും പ്രാധാന്യം നേടുന്നത്. എങ്ങനെയാണ് അവിടെ നിന്നുള്ള പരാധീനതകൾക്ക് നടുവിലുള്ള രോഗികളുടെ അവസ്ഥയൊക്കെ? ും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യം ചർച്ച ചെയ്തതാണ്. ഇതിൽ നമ്മൾ ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ആ സമയത്ത് യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ NOC പോലും ഇല്ലാതെയാണ് ഈ മെഡിക്കൽ കോളേജിന്റെ നിലവിൽ പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടം പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ വ്യക്തമാക്കിയിരുന്നു. അതിനപ്പുറമാണ് മെഡിക്കൽ കോളേജിന്റെ മറ്റു വശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായും ഈ കെട്ടിട പണികളാണ്. അതായത് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഏകദേശം 2015 മുതലാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഏകദേശം 10 വർഷത്തോട് അടുക്കുന്നു. ഈ 10 വർഷത്തോട് അടുക്കുമ്പോഴും പ്രധാന കെട്ടിടങ്ങളുടെ അടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കിറ്റ്കോയാണ്. കിറ്റ്കോ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും പൂർത്തിയാക്കരുത് എന്ന തരത്തിലുള്ള ഒരു ചിന്തയിലാണ് ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രധാനമായും ഓപ്പറേഷൻ തിയേറ്ററുകൾ പോലും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. നിലവിൽ പഴയ താലൂക്ക് ആശുപത്രി കെട്ടിടത്തിലാണ് നിലവിൽ ഈ ഒരു ഓപ്പറേഷൻ തിയേറ്റർ, ഒറ്റ ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണുള്ളത്. ആ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഇത് നിലവിലുള്ള സർജറികളെല്ലാം തന്നെ നടത്തുന്നത്. 6 തിയേറ്ററുകളുടെ ഒരു ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് അതിന്റെ നിർമ്മാണത്തിലിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനോ മറ്റു വയറിംഗ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ നടത്താനോ ഇതുവരെ അവർ ഈ ഒരു കരാർ കമ്പനിക്കാരോ മെഡിക്കൽ കോളേജ് അധികൃതരോ ഈ ആരോഗ്യവകുപ്പോ തയ്യാറായിട്ടില്ല. അതിന്റെ പണികൾ വേഗത്തിലാക്കാനുള്ള ഒരു നിർദ്ദേശം പോലും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ചെറിയൊരു ഓപ്പറേഷൻ തിയേറ്റർ മാത്രമാണ് നിലവിൽ ഈ ഒരു സർജറികളെല്ലാം തന്നെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിക്ക് ആവശ്യമായ വൈദ്യുതി എത്തിക്കുന്നതിനായി ഈ 11 kV ഒരു സബ്സ്റ്റേഷൻ ആശുപത്രിയോട് ചേർന്ന് സ്ഥാപിക്കുമെന്ന ഒരു വാഗ്ദാനമുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫോമർ ഇവിടെ എത്തിക്കുകയും ചെയ്തു. കാലപ്പഴക്കത്തെ തുടർന്ന് ഏകദേശം 5 വർഷത്തോളം ഈ ഒരു ട്രാൻസ്ഫോമർ അവിടെ ഇരിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ട്രാൻസ്ഫോമർ നിലവിൽ ഇപ്പോൾ കാലപ്പഴക്കത്തെ തുടർന്ന് നന്നാക്കാനായി കൊണ്ടുപോയിരിക്കുകയാണ്. നിലവിൽ 8 കോടിയുടെ അധിക തുക ഈ ഒരു ട്രാൻസ്ഫോമർ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നതിന് വേണ്ടി മാത്രം എടുക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും എല്ലാം തന്നെ കുറവ് വലിയ രീതിയിലുണ്ട്. കൂടാതെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന റോഡ് പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. 22 കോടി രൂപ എസ്റ്റിമേറ്റ് എടുത്ത് കിറ്റ്കോ ഈ ഒരു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിലവിൽ ആ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും അതിന്റെ നടപടികളും എങ്ങും എത്തിയിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കിറ്റ്കോയുടെയും ആരോഗ്യവകുപ്പിന്റെയും ടെക്നിക്കൽ കമ്മിറ്റികൾ തമ്മിലുള്ള ഒരു അസ്വാരസ്യമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നതിന് കാരണമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മലയോര ജനതയുടെ ഒരു ആശ്രയമായിരുന്നു, സാധാരണക്കാരായ ആളുകളുടെ ഏക ആശ്രയമാണ് മെഡിക്കൽ കോളേജ്. പക്ഷേ പലപ്പോഴും പല രോഗങ്ങളുമായി എത്തുന്ന രോഗികളെ മറ്റ് ആശുപത്രികളിലേക്ക്, അതായത് സ്വകാര്യ ആശുപത്രികളിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്കും റഫർ ചെയ്യുന്ന ഒരു സ്ഥിതി ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തുടരുകയാണ്. ഒരു റഫറിംഗ് ഹോസ്പിറ്റലായി മാത്രം ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ മെഡിക്കൽ കോളേജിലെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് BJP നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. ശരി സുബിൻ, പരാധീനതകൾക്ക് നടുവിൽ ഇടുക്കി മെഡിക്കൽ കോളേജും എന്ന വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസ് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും BJP നോർത്ത് ജില്ലാ കമ്മിറ്റി ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുന്നുമുണ്ട്. കൂടുതൽ വാർത്തകളിലേക്ക് പോവുകയാണ്.
പുതിയ 7-നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 മാസമായിട്ടും പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രി പ്രവർത്തിക്കുന്നത് പഴയ കെട്ടിടത്തിലെന്ന് പരാതി. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 70.51 കോടി രൂപ ചെലവഴിച്ചായിരുന്നു പുതിയ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതെ ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിലാണ് കിടത്തി ചികിത്സ ഉൾപ്പെടെ നടക്കുന്നത്. പുതിയ കെട്ടിടത്തിന്റെ നിർവഹണ ചുമതല വഹിച്ച പൊതുമേഖലാ സ്ഥാപനമായ ഹൈറ്റ്സ് കെട്ടിടം ആശുപത്രിക്ക് കൈമാറാത്തതാണ് പുതിയതിലേക്ക് മാറാനുള്ള തടസ്സമെന്നാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പറയുന്നത്. കഴിഞ്ഞ മെയ് 18-നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞിട്ടും യാതൊരു സൗകര്യമില്ലാത്ത പഴയ കെട്ടിടത്തിൽ തന്നെയാണ് ആശുപത്രി ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. കാലപ്പഴക്കം മൂലം പൊളിച്ചു കളയാൻ തീരുമാനിച്ച ഓടിട്ട കെട്ടിടത്തിലാണ് കിടത്തി ചികിത്സ ഉൾപ്പെടെ നടക്കുന്നത്. ഈ കെട്ടിടത്തിന് ചുറ്റുമാണെങ്കിൽ പാഴ്ചെടികൾ വളർന്നിട്ടുണ്ട്. ചോർച്ചയും കൊതുകുശല്യവും ഉണ്ട്. ഇവിടെ ചികിത്സയിലായിരുന്ന ആൾക്ക് പാമ്പ് കടിയേറ്റതും മാസങ്ങൾക്ക് മുൻപാണ്. പക്ഷേ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടേഴ്സിലെ സീനിയർ ഡോക്ടർമാർ ഇവിടെ ഇല്ല. അതുകൊണ്ട് പൊതുജനങ്ങൾ പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും നല്ല ഡോക്ടർമാർ ഇവിടെ സമീപത്തിൽ വേണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അവിടെ വന്നപ്പോൾ സ്കാൻ എടുക്കാൻ പറയും. സ്കാൻ എടുക്കാൻ പറയുമ്പോൾ ഇവിടെ വന്ന് സ്കാനിങ് ഇല്ല പറയുക. പിന്നെ വെളിയിൽ തന്നെ ഇപ്പോൾ എടുക്കണം പറഞ്ഞിട്ട് പൈസ ഉള്ളൊക്കെ എടുക്കും. പൈസ ഉള്ളത് എന്ത് ചെയ്യും? അപ്പോൾ സ്കാനുള്ള ഇതാണ് ഇവിടെ വേണം, മെയിനായിട്ട് വേണം. മഴ ചോർച്ചയുണ്ട്, ചുറ്റും കാട് പിടിച്ച് നിൽക്കുന്നത്. സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇവിടെ പേഷ്യൻസിൻ്റെ അടുത്ത് നായയടക്കം വരികയാണ്. വല്ലാത്ത ബുദ്ധിമുട്ടിൽ ഇവിടെ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമുക്ക് പല സൗകര്യങ്ങളും കിട്ടുന്നു സ്വപ്നം കണ്ടിട്ടാണ് നമ്മളെ പലതും ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഒരു സൗകര്യമില്ല. സ്കാൻ ചെയ്യാനാണെങ്കിലോ ഓരോ യൂറിൻ ടെസ്റ്റ്, കൾച്ചറൽ ടെസ്റ്റ്, എന്തിനാണെങ്കിലും വെളിയിലേക്കാണ് പോകുന്നത്. ഒന്നിനും ഡോക്ടേഴ്സ് 4-5 ഡോക്ടേഴ്സേ ഉള്ളൂ. അതിന് നമുക്ക് ഒരു സൗകര്യം ഇവിടെ ഇല്ല. എന്ത് ആവശ്യത്തിന് വന്നാലും സഡനായിട്ട് അവർ എഴുതുകയാണ് ഇവിടെ സൗകര്യമില്ല, പാലക്കാട്ടേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്. നമ്മളെ കൊണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. ജീവനക്കാരുടെ കുറവും ഫർണിച്ചർ ഉൾപ്പെടെ ഉപകരണങ്ങൾ സ്ഥാപിക്കാത്തതുമാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാതിരിക്കുന്നതിനുള്ള കാരണമായി പറയുന്നത്. നേരത്തെ സ്ത്രീകളുടെ വാർഡ് മാത്രമായിരുന്നു ഇവിടെ പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ പുരുഷ വാർഡും പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ചെറിയൊരു രോഗത്തിന് മാത്രം വീര് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നല്ലാണ്ട് ബാക്കി എല്ലാ മുഴുവൻ കാര്യത്തിനും പാലക്കാടാണ് പോകേണ്ടി വരുന്ന ഒരവസ്ഥ. പുതിയ കെട്ടിടം വന്നു എന്നുള്ളൊരു പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടിലാണ് എല്ലാവരും ഇവിടെ. നമ്മൾ അന്വേഷണത്തിൽ പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ രീതിയിലാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ആവുന്നതും എത്രയും പെട്ടെന്ന് ഈ ബിൽഡിംഗ് ഓപ്പൺ ചെയ്യാനാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. നിരന്തരമായിട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരു മേഖലയായി ഈ ആശുപത്രി ചിറ്റൂർ മേഖല മാറിയിരിക്കുകയാണ്. സാധാരണക്കാർ മാത്രം താമസിക്കുന്ന ഒരു മേഖല. കിഴക്കൻ മേഖലയിലെ ഉള്ള ജനങ്ങൾക്ക് ഒരേ ഒരു ആശ്രയമാണ് ഈ ചിറ്റൂർ ആശുപത്രി എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് രോഗികളാണ് പ്രതിദിനം ഈ ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആശുപത്രിയിൽ ഇത്രയും വലിയ സമുച്ചയം പണിതിട്ടും ആ പണിത സമുച്ചയത്തിലേക്ക് രോഗികളെ എത്തിക്കാനോ ചികിത്സിക്കാനോ സാധിക്കാത്തത് ദുരൂഹമാണ്. ദിവസവും നിരവധി രോഗികൾ എത്തുന്ന ആശുപത്രിയിൽ എത്രയും വേഗം പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ജനം, പാലക്കാട്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗത്തിൽ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി. പെർഫ്യൂഷനിസ്റ്റിന് കാര്യക്ഷമത ഇല്ല എന്ന വകുപ്പ് മേധാവിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധന നടത്തിയത്. കഴിഞ്ഞ ഇടയ്ക്ക് നടത്തിയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം 2 രോഗികൾ മരിച്ചിരുന്നു. ഹൃദയം തുറന്നുള്ള പ്രധാനപ്പെട്ട ശസ്ത്രക്രിയ നടക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ കാര്യക്ഷമതയുള്ള പെർഫ്യൂഷനിസ്റ്റ് ഇല്ലെന്ന് വകുപ്പ് മേധാവിയാണ് റിപ്പോർട്ട് നൽകിയത്. 2 രോഗികൾ മരിച്ച സംഭവവും വകുപ്പ് മേധാവി നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹൃദയ ശസ്ത്രക്രിയാ വിഭാഗം തലവൻ ഡോക്ടർ രാജേഷും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പെർഫ്യൂഷനിസ്റ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ പരിശോധന നടത്തിയത്. ഹൃദയം തുറന്നുള്ള ശസ്ത്രക്രിയ നടത്തുമ്പോൾ കാർഡിയോ പൾമണറി ബൈപ്പാസ് മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന വിദഗ്ധനാണ് പെർഫ്യൂഷനിസ്റ്റ്. ഇവർക്ക് ഏതെങ്കിലും വീഴ്ചയുണ്ടായാൽ രോഗിക്ക് മരണം വരെ സംഭവിക്കാം. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലുള്ളവർക്ക് കാര്യക്ഷമതയുണ്ടോ എന്നാണ് പ്രധാനമായും വിദഗ്ധ സംഘം പരിശോധിച്ചത്. ഇതിനുശേഷമുള്ള റിപ്പോർട്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർക്ക് സമർപ്പിക്കും. തുടർന്ന് നടപടി ഉണ്ടാകുമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കി. നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ 50-ലേറെ പേർക്ക് ശസ്ത്രക്രിയാ ദിവസം നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. നിലവിൽ പരിശോധന നടത്തിയ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമേ ഇവരുടെ ശസ്ത്രക്രിയകൾ നടത്തുമെന്നാണ് വിവരം. ജനം, തൃശൂർ. ഇനിയൊരു സാഹസിക യാത്രയുടെ കാഴ്ചയാണ്. അഡ്വഞ്ചർ ടൂറിസം അല്ല. ഇടുക്കി മാങ്കുളം കള്ളക്കുട്ടി കുടിയിലെ താമസക്കാർ ദൈനംദിന ആവശ്യങ്ങൾക്കായി
പുറം ലോകത്ത് എത്തുന്ന ദൃശ്യങ്ങളാണ് ഇത്. 2018 പ്രളയത്തിലുണ്ടായിരുന്ന പാലം ഒലിച്ചു പോയതോടുകൂടിയാണ് താൽക്കാലിക ഈറ്റ പാലത്തിലൂടെ ജീവൻ പണയപ്പെടുത്തി യാത്ര ചെയ്യേണ്ട ഗതികേടിലേക്ക് ഇവർ എത്തിയത്. പാലം പുനർനിർമ്മിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയ രാഷ്ട്രീയക്കാർ പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. കുത്തിയൊഴുകുന്ന പുഴ. കള്ളക്കുട്ടിക്കുടിയിലെ വനവാസി കുടുംബങ്ങൾക്ക് പുറം ലോകത്തെത്താൻ ഈ പുഴ കടന്നേ പറ്റൂ. ഏക ആശ്വാസമായിരുന്ന പാലം 2018 പ്രളയമെടുത്തു. അന്നു മുതൽ ഈ കാണുന്ന ഈറ്റപ്പാലത്തിലൂടെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടിയിലെ ആളുകൾ മറുകരയെത്തുന്നത്. അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് കുറുകെ അക്കരയിക്കര കടക്കാൻ കുടിനിവാസികൾ തന്നെയാണ് ഓരോ മഴക്കാലത്തും ഈറ്റ കൊണ്ട് പാലം കെട്ടിയുണ്ടാക്കുന്നത്. പറയത്തക്ക ഉറപ്പൊന്നുമില്ലാത്ത പാലം എപ്പോൾ വേണമെങ്കിലും അപകടമുണ്ടാക്കിയേക്കാം. വലിയ നേരത്തെ പാലം ഉണ്ടായിരുന്നു, അതിപ്പോൾ പോയി. ഞങ്ങൾ സ്വന്തമായിട്ട് ഇത് 2-3 കൊല്ലമായിട്ട് പണിന്ന് ഇത് ഉണ്ടാക്കുമായി. അതിപ്പോൾ വെള്ളം പോയതാണ് പാലം. അരിവ് മേടിക്കണമെന്ന് ഈ പാലത്ത് തന്നെയാണ് കറങ്ങാൻ പോകണം, ഇല്ലെങ്കിൽ നടക്കില്ല. അത് അങ്ങനെയുള്ള പ്രശ്നമാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഈറ്റപ്പാലത്തിലൂടെ യാത്ര ചെയ്യവേ കുടിയിലെ ഒരു ബാലിക പാലത്തിൽ നിന്നും പുഴയിൽ പതിക്കാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. കുടിനിവാസികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനുമെല്ലാം പാലത്തിന്റെ അഭാവം പ്രതിസന്ധിയാകുന്നുണ്ട്. പാലം പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനങ്ങൾ അനവധി ഉണ്ടായെങ്കിലും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. മഴക്കാലത്താകുമ്പോഴത്തേനും 2018 തകർന്നുപോയ പാലമാണിത്. അപ്പോഴത്തേനും മഴക്കാലത്ത് 10-16 പിള്ളേർ സ്ഥിരം ഇതിൽ കൂടിയാണ് പോണേ, ഈ പാലത്തിൽ കൂടി ഞങ്ങളുടെ. അപ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. 5-6 കൊല്ലമായിട്ട് ഈ പാലത്തിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത്, ഈറ്റപ്പാലത്തിൽ കൂടി. അപ്പോഴത്തേനും കഴിഞ്ഞ ദിവസം ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ പാലത്തിൻ്റെ സൈഡിലായിട്ട് കാല് തന്നിപ്പോയിട്ട് കംപ്ലീറ്റ് തൂങ്ങിക്കിടന്നാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതുവരെയായിട്ട് പാലത്തിനൊരു നടപടി ആയിട്ടില്ല. പാലത്തിന് പുറമെ കുടിയിലേക്കുള്ള റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തേണ്ടതായുണ്ട്. ഓരോ മഴക്കാലത്തും ജീവൻ കയ്യിൽ പിടിച്ച് ഈറ്റപ്പാലത്തിലൂടെ നടന്നു നീങ്ങുമ്പോഴും അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും പാലമെന്ന തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് കുടിനിവാസികൾ പ്രതീക്ഷിക്കും. പക്ഷേ സഹായിക്കേണ്ടവർ അവരുടെ പ്രതീക്ഷകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. ജനം, ഇടുക്കി. വർഷങ്ങളായി ഗതാഗത കുരുക്കിലാണ് തൃപ്പൂണിത്തുറയിലെ കണിയാമ്പുഴ റോഡ്. ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കണിയാമ്പുഴ റോഡിലെ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും പ്രദേശവാസികളെയും ദുരിതത്തിലാക്കുന്നുണ്ട്. പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയെങ്കിലും ഇതുവരെ ഫലം കണ്ടില്ല. ദിവസേന 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്നതാണ് കണിയാമ്പുഴ റോഡ്. വീതിയില്ലാത്ത റോഡ് നാട്ടുകാർക്ക് തലവേദനയായിട്ട് വർഷങ്ങളായി. ഇരുവശത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥിതി. വലിയ വാഹനങ്ങൾ ഒന്നിച്ചു വന്നാൽ മണിക്കൂറുകളോളം നീളും ഗതാഗത കുരുക്ക്. ഇപ്പം നിലവിൽ ഈ റോഡിന്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളക്കെട്ടും കുണ്ടും കുഴിയുമായിട്ടുള്ള റോഡിലൂടെ സഞ്ചരിക്കാൻ കാൽനട യാത്രക്കാർക്കോ വാഹനങ്ങൾക്കോ ഒട്ടും പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ. അതുകൂടാതെ ഈ ചെളിവെള്ളം എവിടെ നിന്നൊക്കെ ഒഴുകുന്ന കാനയിലെ മലിനജലമാണ്. പാതി വഴിയിൽ നിർത്തിയിരിക്കുന്ന കാനയാണ്. അതിൽ നിന്ന് വരുന്ന മലിനജലമാണ് ഈ റോഡിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചുകുട്ടികൾ സ്കൂൾ വിട്ട കുട്ടികൾ നടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും രോഗങ്ങൾ പകരാനുള്ള ധാരാളം സാധ്യതകളുണ്ട്. ഇൻഫോ പാർക്ക്, കളക്ട്രേറ്റ് അടക്കം കാക്കനാട്, ഇരുമ്പനം, എരൂർ ഭാഗങ്ങളിൽ നിന്നും വൈറ്റില മൊബിലിറ്റി ഹബ്ബിലേക്കും തിരിച്ചും ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിവസവും സഞ്ചരിക്കുന്നത് കണിയാമ്പുഴ റോഡിലൂടെയാണ്. പല ഭാഗത്തും 3-4 മീറ്റർ വീതി മാത്രമാണുള്ളത്. കൂടാതെ അശാസ്ത്രീയമായുള്ള കാന നിർമ്മാണം റോഡിൽ വെള്ളക്കെട്ടുമുണ്ടാക്കുന്നു. ഇവിടെ ഭാഗത്തുനിന്ന് വെച്ചാൽ ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു റോഡ് പണി, ഒരു കാന പണിതാണ് ഇവിടെ ഇത്രയും പ്രശ്നമായത്, രൂക്ഷമായത്. നമുക്ക് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അതവിടെ പകുതിക്ക് വെച്ച് നിർത്തിയേ കാണാം. ഒരിടത്തും കൂട്ടിമുട്ടുന്നില്ല കാന എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കൂടെ വെള്ളം ശക്തമായിട്ട് തന്നെ വെള്ളം ഒഴുകുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ച വെള്ളം മഴ ഇല്ലാതിരിക്കുന്ന മാത്രമാണ് ഈ റോഡിലെ വെള്ളം ഒന്ന് നിൽക്കുകയുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറി വരുന്ന ഭരണം അനുസരിച്ച് അവർ പറയുന്നുണ്ട് വീതി കൂട്ടുന്നുണ്ട്, 10 കോടി പാസ്സായി എന്നൊക്കെ. പക്ഷേ ആ 10 കോടി കൊണ്ട് നമുക്കൊന്നും ആവില്ല. ഇവിടെ പല 2 സൈഡിൽ നിന്നും ആൾക്കാരുടെ സ്ഥലം ഏറ്റെടുക്കണം. പിന്നെ റോഡിന് വീതി ഒന്നും ആയിട്ടില്ല. ഇപ്പം പറയുന്നത് ഗവൺമെൻറ് പൈസ ഇല്ല എന്ന് പറയുന്നു. മഴക്കാലത്ത് കാന നിറഞ്ഞ് റോഡിൽ വെള്ളം നിറയുന്നതോടെ നടക്കാൻ പോലും നാട്ടുകാർക്ക് ഭയമാണ്.
സ്ഥിരമായി റോഡിൽ വെള്ളം നിൽക്കുന്നതിനാൽ പായൽ പിടിച്ചതോടെ വാഹനങ്ങളും യാത്രക്കാരും തെന്നി വീഴുകയും ചെയ്യും. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ചത്തേക്ക് അവിടെ വെള്ളപ്പൊക്കം. പിന്നെ കണ്ടിന്യൂസ് മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെള്ളം കെട്ടിക്കിടന്നിട്ട് ആ ഇന്റർലോക്ക് ടൈലിൽ കരിമ്പായിൽ പിടിക്കും. കരിമ്പായിൽ ഇപ്പം ഞാൻ വരുന്ന വഴിക്കൊന്ന് സ്കിഡ് ചെയ്തു. അതുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കണിയാമ്പുഴ കനാലിലോട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടുന്ന് അവർ ഇട്ടേക്കുന്നത്. പക്ഷെ കണക്റ്റഡ് ആയിട്ടില്ല. എപ്പം നോക്കിയാലും ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മിനിമം ഒരാഴ്ച അവിടെ വെള്ളക്കെട്ടാം. 25 വർഷം മുമ്പാണ് കണിയാമ്പുഴ റോഡ് നിർമ്മിച്ചത്. 2019-20 ബജറ്റിൽ റോഡ് വികസനത്തിനായി 10 കോടി രൂപ അനുവദിച്ചിരുന്നു. സർവേ കഴിഞ്ഞ് കല്ലുമിട്ടു. എന്നാൽ 5 വർഷമായി വികസനം കടലാസിൽ മാത്രമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ആ കാനലിലെ വെള്ളം ഈ റോഡ് വഴി ഒഴുകിയിട്ട് ഇവിടെ ആളുകൾക്ക് നടക്കുവാനോ ടൂ വീലറുകാർക്ക് പോകാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. വണ്ടികൾ പോകുമ്പോൾ വെള്ളം തെറിക്കുന്നു. ആ വെള്ളം തെറിക്കുന്നതിലൂടെ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, തല്ലുപിടുത്തങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇപ്പോൾ ടൂ വീലറുകൾ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് വീഴുന്ന കണ്ടീഷനായി. നിരവധി പ്രക്ഷോഭങ്ങൾ നാട്ടുകാർ നടത്തിയെങ്കിലും അധികാരികൾ അനങ്ങിയിട്ടില്ല. റോഡിന്റെ വീതി കൂട്ടി ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി കാത്തിരിക്കുകയാണ് നാട്ടുകാർ. ജനം, കൊച്ചി. പ്രസവശേഷം ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച പെൺകുഞ്ഞ് തിരികെ ജാർഖണ്ഡിലേക്ക്. നിധി എന്ന് പേരിട്ട കുഞ്ഞ് ഇനി ജാർഖണ്ഡ് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലായിരിക്കും. കുഞ്ഞിനെ സംരക്ഷിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ല എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ കുഞ്ഞിനെ ആക്കുന്നത്. CWC അധികൃതരും പോലീസും അടങ്ങിയ സംഘം എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ നിധിയുമായി പുറപ്പെട്ടു കഴിഞ്ഞു. കൊച്ചിയിൽ നിന്ന് ബീന റാണിയാണുള്ളത്. ബീന, ഇനി കുഞ്ഞ് നിധി ജാർഖണ്ഡിലായിരിക്കും. അവർ പുറപ്പെട്ടിട്ടുണ്ട്. എപ്പോഴായിരിക്കും എത്തിച്ചേരുക? രാഖി, ജാർഖണ്ഡ് സ്വദേശികളായ മാതാപിതാക്കൾ കൊച്ചി ആശുപത്രിയിൽ ഉപേക്ഷിച്ചു പോയ കുഞ്ഞ് നിധിയെ ജാർഖണ്ഡ് ശിശുക്ഷേമ സമിതിക്ക് കൈമാറുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും ഇന്ന് കൊച്ചിയിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുള്ളത്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിലാണ് അവർ ജാർഖണ്ഡിലേക്ക് പോയിട്ടുള്ളത്. ഇതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ കോട്ടയത്തെ ഒരു ഫിഷ് ഫാമിൽ ജോലി ചെയ്തിരുന്ന ജാർഖണ്ഡ് ദമ്പതികൾ നാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതിനിടെ യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെട്ട് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയായിരുന്നു. തുടർന്ന് പൂർണ്ണ വളർച്ച എത്താത്തതിനാൽ കുഞ്ഞിനെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് കുഞ്ഞിനെ ഈ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് സ്വകാര്യ ആശുപത്രിയിൽ ഉപേക്ഷിച്ച് ജാർഖണ്ഡിലേക്ക് മടങ്ങുകയായിരുന്നു. വൈകാതെ തന്നെ സർക്കാർ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. കുഞ്ഞിന് നിധി എന്ന പേര് നൽകുകയും ചെയ്തു. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മാതാപിതാക്കൾ തിരികെ എത്തുകയും കുഞ്ഞ് മരിച്ചുപോയി എന്ന് കരുതി ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ പണമില്ലാത്തതിനാലാണ് കുട്ടിയെ ഉപേക്ഷിച്ചു പോയത് എന്ന് വ്യക്തമാക്കിയെങ്കിലും കുട്ടിയെ സംരക്ഷിക്കാൻ മാതാപിതാക്കളെ ഏൽപ്പിക്കാൻ ശിശുക്ഷേമ സമിതി തയ്യാറായിരുന്നില്ല. മാതാപിതാക്കൾക്ക് അതിന് തക്ക സാമ്പത്തിക പ്രാപ്തിയില്ല എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് കുട്ടിയെ തിരികെ മാതാപിതാക്കളെ ഏൽപ്പിക്കാതിരുന്നത്. എന്തായാലും ജാർഖണ്ഡിലെ ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. കാരണം അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും കുട്ടിയെ മാതാപിതാക്കളെ ഏൽപ്പിക്കാനാവുമായിരുന്നില്ല. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിനെ കുറിച്ച് ജാർഖണ്ഡ് ശിശുക്ഷേമ സമിതിയും റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കെയാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സമിതി എന്ന നിലയിൽ ജാർഖണ്ഡ് ശിശുക്ഷേമ സമിതിക്ക് കുട്ടിയെ കൈമാറുന്നത്. പിന്നീട് ഇനി വരുന്ന കാര്യങ്ങൾ പിന്നീട് കുട്ടിയെ ഇവർക്ക് മാതാപിതാക്കൾക്ക് കൈമാറണോ എന്ന കാര്യമെല്ലാം ജാർഖണ്ഡ് ശിശുക്ഷേമ സമിതിക്ക് തീരുമാനിക്കും. ഇവിടെ നിന്ന് ജാർഖണ്ഡിൽ ശിശുക്ഷേമ സമിതി ഏൽപ്പിച്ചില്ലെങ്കിൽ കുട്ടിക്ക് പിന്നീട് എന്തെങ്കിലും സംഭവിച്ചാൽ കേരളത്തിലെ ശിശുക്ഷേമ സമിതിക്ക് ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലും കൂടെയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. എന്തായാലും അവർ ഇപ്പോൾ സ്വന്തം നാട്ടിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. രാഖി, ജാർഖണ്ഡ് സ്വദേശികൾ പ്രസവത്തെ തുടർന്ന് ഉപേക്ഷിച്ച കുഞ്ഞ് നിധിയെ ജാർഖണ്ഡിലേക്ക് കൊണ്ടുപോവുകയാണ്. CWC അധികൃതരും പോലീസും അടങ്ങിയ സംഘമാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുഞ്ഞുമായി പുറപ്പെട്ടത്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിലാണ് നിധിയുമായി യാത്ര. എന്തായാലും കുഞ്ഞ് നിധി എവിടെയായാലും സുഖമായിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുകയാണ്. ബീന റാണിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് ഒറ്റപ്പാലത്തെ സ്വകാര്യ റെസ്റ്റോറന്റിൽ എത്തിയവരെ മദ്യലഹരിയിൽ യുവാക്കൾ മർദ്ദിച്ചതായി പരാതി. കുടുംബമായി ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ മർദ്ദിച്ചു എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. പ്രശ്നത്തിൽ ഇടപെടാൻ വന്ന SIക്ക് മർദ്ദനമേറ്റിട്ടുണ്ട്. സംഭവത്തിൽ 2 FIRകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിവരങ്ങൾ നൽകാനായി അരുൺ ആലത്തൂരാണുള്ളത്. അരുൺ, ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ഒപ്പം പോലീസിന് മർദ്ദനമേറ്റിട്ടുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ?
രാഖി, ഇന്നലെ രാത്രി ഒരു 8:30 സംഭവം. ഒറ്റപ്പാലത്താണ് സ്വകാര്യ റെസ്റ്റോറന്റിൽ അടിപിടി ഉണ്ടായത്. കുടുംബവുമായി ഭക്ഷണം കഴിക്കാൻ എത്തിയവരെ മദ്യലഹരിയിൽ വന്ന യുവാക്കൾ മർദ്ദിച്ചതായിട്ടാണ് പരാതി. അവിടുത്തെ ഒരു സഫ്രോൺ മന്തി എന്നൊരു കടയുണ്ട്. ആ കടയിൽ ഭക്ഷണം കഴിക്കാനായി ആളുകൾ എത്തിയ സമയത്താണ് അടിപിടി ഉണ്ടായത്. സംഭവത്തിൽ ഒറ്റപ്പാലം പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. ഈ അടിപിടി നടന്ന സമയത്ത് പ്രശ്നത്തിൽ ഇടപെടാൻ വന്ന SIക്ക് നേരെ ഉൾപ്പെടെയാണ് മർദ്ദനമേറ്റത്. 2 FIRകളിലായി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹരിക്കാനായി വന്ന സബ് ഇൻസ്പെക്ടർ ഗ്ലാഡിംഗ് ഫ്രാൻസിസിനാണ് മർദ്ദനമേറ്റത്. മദ്യലഹരിയിൽ വന്ന ഹരികൃഷ്ണനും ഒപ്പമുണ്ടായിരുന്ന 2 പേരും ചുനങ്ങാട് സ്വദേശികളായ അബ്ദുൽ നിസാറും ഭാര്യയും കുട്ടികളും അടങ്ങുന്ന 5 അംഗ സംഘത്തെയാണ് അസഭ്യം പറയുകയും കൈകേറ്റം ചെയ്യുകയും ഉണ്ടായത്. ഈ വിവരം അറിഞ്ഞാണ് പ്രശ്നത്തിൽ പോലീസ് ഇടപെടാൻ വന്നത്. ആ സമയത്താണ് ഈ പോലീസിന് നേരെ ഉൾപ്പെടെ ആക്രമണം ഉണ്ടായത്. ഏതായാലും സംഭവത്തിൽ ഈ യുവാക്കളെ പോലീസ് പിടികൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഒറ്റപ്പാലത്തെ സ്വകാര്യ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം വാങ്ങാനെത്തിയ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. SIക്ക് അടക്കം മർദ്ദനം ഏറ്റിട്ടുമുണ്ട്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. ഇനിയൊരു മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കാലടി സർവകലാശാലയിൽ ഇന്ന് സമരക്കാരും വൈസ് ചാൻസലറും തമ്മിൽ ചർച്ച നടത്തും. രാവിലെ 9:30 ചർച്ച നടക്കുക. ഏർപ്പെടുത്തിയ പുതിയ പരിഷ്കാരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നായിരുന്നു സർവകലാശാലയുടെ നിലപാട്. എന്നാൽ രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായി SFI ഇന്ന് ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു. വിവരങ്ങൾ നൽകാനായി ജിജീഷ് കരുണാകരൻ ഉണ്ട്. ജിജീഷ്, ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. 9:30 ചർച്ച. വിവരങ്ങൾ. രാജി, ഇന്ന് 9 മണിക്കാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതിൽ ഈ സമര നാടക നടത്തിയ സമര നാടകങ്ങളടക്കം തുറന്നു കാണിക്കപ്പെടുകയും ചെയ്തിരുന്നു. കാലടി സർവകലാശാലയിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, അവരുമായി ചർച്ചകൾക്ക് തയ്യാറല്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച വെച്ചിരിക്കുന്നത്. കാരണം രാഷ്ട്രീയ സമ്മർദ്ദ ഫലമായിട്ടാണ് ഈ സമരം നടത്തുന്ന SFI സർവകലാശാല ചർച്ചയ്ക്ക് വിളിച്ചത് എന്ന ഒരു ആരോപണമാണ് ഉയരുന്നത്. ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഈ ആരോപണം ഉയർത്തുകയും ചെയ്തു. സമരക്കാരുടെ പരാതികൾ വിശദമായി പരിശോധിക്കുമെന്ന് ആണ് സർവകലാശാല ഇപ്പോൾ വ്യക്തമാക്കിയത്. ചർച്ചയ്ക്ക് ശേഷം സിൻഡിക്കേറ്റ് യോഗവും ഇന്ന് ചേരുന്നുണ്ട്. 9:30 ശേഷം ഇവിടെ ഹോസ്റ്റലിൽ കയറാൻ അനുവദിക്കില്ല എന്നായിരുന്നു ജൂലൈ 1 മുതലുള്ള പരിഷ്കാരങ്ങളിൽ ഒന്ന്. മാത്രമല്ല, ക്യാമ്പസിലേക്കുള്ള വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ക്ലാസ് മുറികൾ 5 മണിക്ക് ശേഷം ഉപയോഗിക്കരുത് എന്നൊരു നിർദ്ദേശമുണ്ടായിരുന്നു. ഇതിനെല്ലാം എതിരെയാണ് പ്രതിഷേധങ്ങൾ. എന്നാൽ അവിടെ ഹോസ്റ്റലുകൾ അത് SFIയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും പുറത്തുനിന്നുള്ള ആളുകൾ അടക്കം അവിടേക്ക് വരികയും എല്ലാം ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് നിബന്ധനകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ സർവകലാശാല കൊണ്ടുവന്നത് എന്നാണ് ഒരു ഭാഗത്തു നിന്ന് വ്യക്തമാകുന്നത്. എന്നാൽ രണ്ടും ഒരേ സമയം തന്നെ ഇത്തരത്തിലുള്ള നിബന്ധനകൾ കൊണ്ടുവരുന്നതും സർവകലാശാല തന്നെ, അതിനെതിരെ സമരനാടകത്തിന് എല്ലാവിധ ഒത്താശ ചെയ്യുന്നതും ഈ സർവകലാശാല തന്നെ എന്നതാണ് ഇതിൽ ഏറ്റവും വിരോധാഭാസമായ ഒരു കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം എന്തായിരിക്കും തീരുമാനമെടുക്കുക, ആ ചർച്ചയെ ഒരു വിജയമായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചകൾ SFIക്ക് വേണ്ടി നടത്തിയതിനു ശേഷം അത് സമര നാടകത്തിന്റെ വിജയമായി കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും ഇവിടെ ആസൂത്രിതമായി തന്നെ നടക്കുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ക്യാമ്പസുകളുടെ സംരക്ഷണമാണ്, അവിടെ വിദ്യാർത്ഥികളുടെ സംരക്ഷണമാണ്, പഠിക്കാനുള്ള സൗകര്യങ്ങൾ അത് കൃത്യമായി തന്നെ നടപ്പിലാക്കുകയാണ് സർവകലാശാലയുടെ ഉത്തരവാദിത്തം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇക്കാര്യത്തിൽ ABVP അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യുന്നത്. ശരി ജിജീഷ്, കാലടി സർവകലാശാലയിൽ ഇന്ന് സമരക്കാരും വൈസ് ചാൻസലറും തമ്മിൽ ചർച്ച നടത്തുന്നുണ്ട്. രാവിലെ 9:30 ചർച്ച എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും യൂട്യൂബിലെ പ്രേക്ഷകരുടെ കമൻറ്റുകൾ കൂടി നോക്കുകയാണ്. ഉഷ നല്ലൂർ പറയുന്നുണ്ട്, ഞാൻ മെസ്സേജുകളൊക്കെ വായിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായും വായിക്കുന്നുണ്ട്. പല കമൻസും വായിക്കണമെന്നുണ്ട്. എന്നാലും നമ്മുടെ സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. എന്തായാലും മറ്റ് വാർത്തകളിലേക്ക് പോവുകയാണ്. തെരുവ് നായ്ക്കളുടെ ഭീതിയിൽ കോഴിക്കോട് നഗരവും പരിസര പ്രദേശങ്ങളും. നിരവധി പേർക്ക് കടിയേറ്റിട്ടും നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നത്. നായകളെ പാർപ്പിക്കാൻ ജില്ലയിൽ ഷെൽട്ടർ ഹോമുകൾ ഇല്ലാത്തതും സ്ഥിതി സങ്കീർണമാക്കുകയാണ്. സംസ്ഥാനത്ത് കഴിഞ്ഞ 5 മാസത്തിനിടെ 1.65 ലക്ഷം പേർക്ക് തെരുവ് നായ്ക്കളുടെ കടിയേറ്റുവെന്നാണ് കണക്കുകൾ. 17 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത്. ആശങ്കപ്പെടുത്തുന്ന ഈ കണക്കുകളിൽ മുൻനിരയിലാണ് കോഴിക്കോട് ജില്ല. കഴിഞ്ഞ 3 മാസത്തിനിടെ മാത്രം 3000-ലധികം പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സ തേടിയത്.
മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം ദിവസം 100-ലധികം പേരാണ് പേവിഷബാധ കുത്തിവയ്പ്പിനായി എത്തുന്നത്. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ പരിസരം, ബീച്ച് തുടങ്ങി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ തെരുവ് നായ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസമാണ് KP കേശവ മേനോൻ റോഡിൽ ഒരാൾക്ക് തെരുവ് നായയുടെ കടിയേറ്റത്. നായിന്റെ ഭയങ്കര ശല്യം. പിന്നെ ഡെയിലി നായ്ക്കള് എല്ലാവരും പിന്നാലെ പായുന്ന കൂട്ടത്തിലാണ്. ഇവിടെ നടക്കാൻ ഒരു പേടിയാണ്. ഇവിടെ മൊത്തത്തിൽ ഇവിടെ നായ്ക്കളുണ്ടല്ലോ. ആദ്യം നമ്മൾ നായിനെ കണ്ട് നായി നമ്മളെ കണ്ടാൽ പായും. അപ്പോൾ നായിനെ കണ്ട് നമ്മൾ പായേണ്ട അവസ്ഥ, ജനം പായേണ്ട അവസ്ഥ. തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം സ്കൂൾ കുട്ടികളടക്കം ഭീതിയിലാണ്. കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ മടിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഈ ഭാഗത്ത് ഫുൾ ടൈം യാത്രക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ബസ് കയറാൻ പോകുന്ന വഴിയാണ്. അപ്പോൾ തെരുവ് നായ്ക്കൾ ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ സ്വസ്ഥമായിട്ട് ആർക്കും നടന്നു പോകാം. ബൈക്കുമ്പോൾ പോകുന്ന ആളുകളെ പിന്തുടർന്ന് പട്ടി കടിക്കാൻ നോക്കുന്നുണ്ട്. കുറേ ആൾക്കാരെ ഒരു പട്ടി സ്ഥിരമായിട്ട് കടിക്കുന്ന ഒരു പട്ടി ഇവിടെ ഉണ്ട്. ഒരുപാട് ആളെ കടിക്കുകയും ചെയ്തു. ഭയങ്കര ശല്യമാണ്. മൊത്തത്തിൽ രാത്രിയാണ് കൂടുതൽ. പകലും ഉണ്ട്, രാത്രിയാണ് കൂടുതൽ. ഒരുപാട് ബൈക്കുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരിക്കണ്. നായി ചാടിയിട്ട് ഒരുപാട് ആൾക്കാർ. നഗരസഭയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളും പിടികൂടുന്ന തെരുവ് നായ്ക്കളെയും ഉടമകൾ ഉപേക്ഷിക്കുന്ന നായകളെയും പാർപ്പിക്കാൻ ജില്ലയിൽ ഷെൽട്ടർ ഹോമുകളില്ല. പിടികൂടുന്ന നായകളെ അടക്കം വന്ധീകരിച്ച് വിടുകയാണ് ചെയ്യുന്നത്. ഇതാണ് സ്ഥിതി വഷളാകാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. പേവിഷബാധയേറ്റ് ജില്ലയിൽ ഒരു കുട്ടി മരിക്കുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടും അധികൃതർ സ്വീകരിക്കുന്ന നിസ്സംഗതയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ജനം, കോഴിക്കോട്. ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 78ആയി. 41 പേരെ കാണാതായിട്ടുണ്ട്. മരിച്ചവരിൽ 28 പേർ കുട്ടികളാണ്. മേഖലയിലെ വേനൽക്കാല ക്യാമ്പിൽ ഉണ്ടായിരുന്ന നിരവധി പെൺകുട്ടികളും ക്യാമ്പ് ഡയറക്ടറും മരിച്ചു. പ്രളയം നാശം വിതച്ച കെർ കൗണ്ടി ദുരന്തബാധിത പ്രദേശമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വിവരങ്ങൾ നൽകാനായി ഐസൻ ജോസാണുള്ളത്. ഐസൻ, ടെക്സസിൽ പ്രളയം വലിയ നാശനഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നത്. മരണസംഖ്യ ഉയരുന്നുമുണ്ട്. വിവരങ്ങൾ. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ചില സൂചനകൾ അനുസരിച്ച് മരണസംഖ്യ 60-നോട് അടുക്കുന്നു എന്നൊരു വിവരമാണ് ലഭ്യമാകുന്നത്. നിരവധി പേരെ ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട്. 29ഓളം പേരെ കാണാതായിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുമാത്രമല്ല, ഈ മരണപ്പെട്ടവരിൽ കുട്ടികളും വളരെയധികം ഉണ്ട് എന്നൊരു ദാരുണമായ വാർത്തയും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ പ്രദേശത്ത് നടന്നിരുന്ന ഒരു സമ്മർ ക്യാമ്പിൽ, അതായത് വേനൽക്കാല അവധി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ക്യാമ്പിൽ, പെൺകുട്ടികളുടെ ക്യാമ്പിൽ വൻതോതിൽ വെള്ളം കയറുകയും അവർ ഉറങ്ങുന്ന സമയത്ത്, അതായത് ഈ ഔട്ട്ഡോർ ടെന്റുകളിലേക്ക് ഉറങ്ങുന്ന സമയത്താണ് ഈ പെട്ടെന്നുള്ള പ്രളയം ഉണ്ടാവുകയും വൻതോതിൽ വെള്ളം ഉയരുന്ന സാഹചര്യം ഉണ്ടായത്. അവിടെയും നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ആ കൂട്ടത്തിൽ തന്നെ അവരുടെ തന്നെ ഗൈഡായ ക്യാമ്പിന്റെ ക്യാപ്റ്റൻ കൂടിയായ ആളും മരണപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ വൻതോതിലുള്ള നാശനഷ്ടമാണ് ഇപ്പോൾ ആ ടെക്സസിലെ ആ പ്രളയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. വൻതോതിൽ ആൾനാശവും അതുപോലെ തന്നെ വസ്തുക്കളും നിരവധിയായി നശിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദുരന്തബാധിത പ്രദേശമായി പ്രളയ മേഖലയെ ട്രംപ് പ്രഖ്യാപിക്കുകയും വെള്ളിയാഴ്ച സന്ദർശിക്കാനിരിക്കുകയുമാണ് എന്ന ഏറ്റവും പുതിയ വാർത്തയും പുറത്തു വരുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങളിൽ വലിയ തോതിലുള്ള ഒരു പ്രളയം ബാധിച്ച് വൻതോതിലുള്ള ഒരു പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അനിവാര്യമാകേണ്ട ഒരു സാഹചര്യമാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗദ്രപ്പോ നദിയിൽ പെട്ടെന്ന് തന്നെ, അതായത് ഒരു മണിക്കൂറിന് താഴെ സമയം കൊണ്ട് 45-50 മിനിറ്റിനുള്ളിൽ തന്നെ വൻതോതിൽ വെള്ളം ഉയരുകയായിരുന്നു. 29 അടിയോളം വെള്ളം ഉയർന്നു പലയിടങ്ങളിലും എന്നാണ് പ്രളയത്തിന്റെ ആദ്യ ദിവസത്തെ ഇനന്റേഷൻ സർവേയിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്. സ്വാഭാവികമായും വൻതോതിലുള്ള ആൾനാശം ഉണ്ടാവുകയും ചെയ്തു. വൻതോതിൽ വെള്ളം കയറുകയും ഗതാഗത സംവിധാനം തകരുക, വൈദ്യുതി വിതരണം, ടെലികമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇതെല്ലാം തന്നെ തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വൻതോതിലുള്ള ഒരു രക്ഷാപ്രവർത്തനം, അതായത് ബൃഹത്തായ രക്ഷാപ്രവർത്തനം തന്നെയാണ് പ്രദേശത്ത് നടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അപകടം ഉണ്ടായ ദിവസം അവധി ദിവസം കൂടിയായതിനാൽ തന്നെ വൻതോതിൽ ആളുകൾ എത്തിയിരുന്നു, ടൂറിസ്റ്റുകൾ എത്തിയിരുന്നു. ഒരു മലമ്പ്രദേശമാണ്, ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവിടേക്ക് നിരവധി പേർ അവധി ആഘോഷിക്കാൻ എത്തുകയും ചെയ്തിരുന്നു. ഇവരെല്ലാം തന്നെ ഈ അപകടത്തിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഖി. ശരി ഐസൺ, ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുകയാണ്. 78 ആയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി വിവരം ലഭിക്കുമ്പോൾ. ഐസൺ ജോസാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഒപ്പം പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് കൂടി പോവുകയാണ്. ജനം ടിവിയുടെ സ്ഥിരം പ്രേക്ഷകയാണ് ഗിരിജ CS. ഗിരിജ CS-ന്റെ പിറന്നാളാണ്. ഗിരിജയ്ക്ക് ആശംസ അറിയിക്കാമോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും ഗിരിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ്. മറ്റ് വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. UN ഉൾപ്പെടെയുള്ള ആഗോള സംവിധാനങ്ങളിൽ പരിഷ്കരണം അനിവാര്യമെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീരുമാനമെടുക്കുന്ന വേദികളിൽ ലോകത്തെ 2/3 ഭാഗം ജനങ്ങളും ഒഴിവാക്കപ്പെടുകയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് സമ്മേളന വേദിയിലാണ് പ്രധാനമന്ത്രി ആഗോള അസമത്വത്തിനെതിരെ തുറന്നടിച്ചത്.
ആഗോള സംഘടനകളിൽ ലോകത്തെ 2/3 ജനസമൂഹം ഉൾപ്പെടുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക സമ്പദ്വ്യവസ്ഥയ്ക്ക് മികച്ച സംഭാവന നൽകുന്ന രാജ്യങ്ങൾ തീരുമാനമെടുക്കുന്ന വേദികൾക്ക് പുറത്തെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വിടവ് പ്രാതിനിധ്യത്തിന്റെ മാത്രം വിഷയമല്ല, അത്തരം സംഘടനകളുടെ സ്വീകാര്യതയുടെയും കാര്യക്ഷമതയുടെയും കൂടി വിഷയമാണ്. ഗ്ലോബൽ സൗത്തിനെ പ്രാധാന്യമില്ലാത്ത ഇത്തരം സംഘടനകൾ നെറ്റ്വർക്കില്ലാത്ത സിം കാർഡുമായി പ്രവർത്തിക്കുന്ന മൊബൈൽ ഫോണുകൾക്ക് തുല്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് സമ്മേളന വേദിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്ത് നിലനിൽക്കുന്ന അസമത്വത്തിന്റെ തീവ്രത വ്യക്തമാക്കിയത്. UN ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകളുടെ പരിഷ്കരണം അനിവാര്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നീതി നിഷേധത്തിന്റെ ഈ സാഹചര്യത്തിലാണ് ഗ്ലോബൽ സൗത്തിനെ ഉൾച്ചേർക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിൽ ബ്രിക്സ് പോലുള്ള സംഘടനകളുടെ പ്രസക്തി വ്യക്തമാകുന്നത് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് സമ്മേളനത്തിനായി റയോ ഡി ജനീറോയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. കലാപരിപാടികൾ ഉൾപ്പെടെ അവതരിപ്പിച്ച് ഭാരത സമൂഹം അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വീണ്ടും തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഉടൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തും. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തെ തുടർന്ന് കനത്ത സുരക്ഷാ വലയത്തിലാണ് ഗുരുവായൂർ ക്ഷേത്ര പരിസരവും. രാവിലെ 10 മണിവരെ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഗുരുവായൂരിൽ നിന്ന് സാനു കെ സജീവാണുള്ളത്. സാനു, ഉപരാഷ്ട്രപതി എത്താറായോ? എന്താണ് അവിടെ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? രാഖി, എന്തായാലും ഉപരാഷ്ട്രപതി അല്പസമയത്തിനുള്ളിൽ ഗുരുവായൂരിൽ എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന സമയപ്രകാരം 8:40 അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡിൽ ഇറങ്ങുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹം ഹെലിപ്പാഡിൽ ഇറങ്ങിയതിന് ശേഷം ശ്രീവത്സത്തിലെത്തിയായിരിക്കും വിശ്രമിക്കുക. അല്പനേരം വിശ്രമിച്ചതിന് ശേഷം 9 മണിയോടുകൂടി ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായിട്ട് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതി അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബവും എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം നിലവിൽ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അതായത് ഈ ക്ഷേത്ര ദർശനത്തിന് എത്തിയിരിക്കുന്നവർക്കടക്കം വലിയൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്ര ദർശനത്തിന് പോയവരെല്ലാം തിരിച്ച് പുറത്തേക്ക് അവരെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഉപരാഷ്ട്രപതിയുടെ സന്ദർശന സമയത്ത് ക്ഷേത്ര ദർശനത്തിന് മറ്റുള്ളവർക്ക് അനുമതിയില്ല. 45 മിനിറ്റോളമായിരിക്കും അദ്ദേഹം എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെലവഴിക്കുക എന്നാണ് ഔദ്യോഗികമായിട്ട് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ രാവിലെ 7 മണി മുതൽ ചോറൂണിനും വിവാഹത്തിനും അടക്കം നിയന്ത്രണം ഉണ്ടായിരുന്നു. 7 മണിക്ക് മുൻപാണ് ഈ ചടങ്ങുകളെല്ലാം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനിയും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിയതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ ഈ വിവാഹം അല്ലെങ്കിൽ ചോറൂണടക്കമുള്ള ചടങ്ങുകൾക്ക് അനുമതി ഉണ്ടാവൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജിന്റെ ഹെലിപ്പാഡിൽ ഇറങ്ങും. അതിനുശേഷം ശ്രീവത്സത്തിലെത്തി വിശ്രമിച്ചതിന് ശേഷം ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായിട്ട് എത്തുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. രാഖി, എന്തായാലും അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർണ്ണമാണ് എന്ന് തോന്നുന്നു. അവിടെ ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാണ് എങ്കിൽ ആ പ്രതികരണത്തിലേക്ക് കൂടി പോകാൻ സാനു. തീർച്ചയായിട്ടും ഒരുക്കങ്ങളെല്ലാം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. അതായത് നിലവിലിവിടെ നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിന് വേണ്ടി, അതായത് സമയക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്നവരെയാണ് കാണുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് ക്ഷേത്രത്തിനുള്ളിൽ തെക്കേ നടവഴിയാണ് ഉപരാഷ്ട്രപതി ശ്രീവത്സത്തിൽ നിന്നും ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് തന്നെ ആ തെക്കേ നടയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ പ്രദേശങ്ങളിലെ കടകളടക്കം പൂർണ്ണമായിട്ടും അടപ്പിച്ചിട്ടുണ്ട്. ഈ കടകൾ ഈ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് ശേഷം മാത്രമായിരിക്കും തുറക്കുക. ഇപ്പം നമ്മൾ നിൽക്കുന്നത് കിഴക്കേ നടയിലാണ് നിൽക്കുന്നത്. ഈ ഭാഗത്താണ് ഭക്തർക്ക് നിൽക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ അറിയിപ്പുകൾ ഉണ്ടായിരുന്നതിനാൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാതാണ് തീർത്ഥാടകർ അല്ലെങ്കിൽ ഭക്തർ ഇവിടെ എത്തിയിട്ടുള്ളതെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. നിലവിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉപരാഷ്ട്രപതി ക്ഷേത്ര ദർശനത്തിനായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തും. രാഖി, എന്തായാലും വരും ബുള്ളറ്റിനുകളിലും നമുക്ക് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഉടൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം ഗുരുവായൂരിലേക്ക് എത്തുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തെ തുടർന്ന് കനത്ത സുരക്ഷാ വലയത്തിലാണ് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എല്ലാം. സാനു കെ സജീവ് ക്ഷേത്ര പരിസരത്തുണ്ട്. നമുക്ക് വരും ബുള്ളറ്റിനുകളിലൊക്കെ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. മറ്റൊരു വാർത്ത പരിശോധിക്കുകയാണ്. ചടുലമായ നൃത്ത ചുവടുകളുമായി പുതുചരിത്രം സൃഷ്ടിക്കുകയാണ് കൊല്ലം ശൂരനാട്ടെ ദേവലക്ഷ്മി എന്ന മിടുക്കി. ജന്മന കേൾവിശക്തിയും സംസാരശേഷിയും അന്യമായ ഈ വിദ്യാർത്ഥിനി തൻ്റെ നൃത്ത ചുവടുകളിലൂടെ ജനഹൃദയങ്ങളിൽ ഇടം നേടുകയാണ്. കാണാം ദേവലക്ഷ്മിയെ. Hey,
ഭാവരാഗതാളങ്ങൾക്കൊപ്പം പിഴയ്ക്കാത്ത ചുവടുകളുമായി മുന്നേറുകയാണ് ദേവലക്ഷ്മി. കരുത്തായി നൃത്താധ്യാപികയും. പരിമിതികളൊന്നും ഈ കൊച്ചുമിടുക്കിയെ തളർത്തിയില്ല. ജന്മന കേൾവിശക്തിയും സംസാരശേഷിയും അന്യമാണെങ്കിലും നൃത്തത്തോടുള്ള ദേവലക്ഷ്മിയുടെ അടങ്ങാത്ത അഭിനിവേശം ആരെയും അത്ഭുതപ്പെടുത്തും. ഇതിനോടകം തന്നെ ഒട്ടേറെ വേദികളിൽ നിറഞ്ഞാടി. +2 പഠിക്കുന്ന കാലഘട്ടം സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിന് നാടോടി നൃത്തത്തിൽ A ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. കോളേജിലെത്തിയപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് കുച്ചുപ്പുടിയിൽ മറ്റു കുട്ടികൾക്കൊപ്പം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ന് അടൂർ ബിഷപ്പ് മൂർ കോളേജ് ഫോർ ഹിയറിംഗ് ഇംപയർഡിൽ BCom 3ാം വർഷ വിദ്യാർത്ഥിനിയാണ്. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ദേവലക്ഷ്മിയുടെ നൃത്തത്തോടുള്ള താല്പര്യം അമ്മയായ ശിശുതയോട് പറയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടാണ് ഇങ്ങനെ ഇവിടെ ടീച്ചറാണ് ആദ്യം പറഞ്ഞത്, മോൾ ഇതുപോലെ ഡാൻസിൻ്റെ പടമൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും, അതുകൊണ്ട് അവളെ എവിടെയെങ്കിലും ഡാൻസ് പഠിപ്പിക്കും. അങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓരോരുത്തരത്തൊക്കെ ചോദിച്ചപ്പോൾ ഇതുപോലെ പിന്നെ പാട്ട് കേൾക്കാതെ ഇങ്ങനെ പഠിക്കും എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ദേവികയുടെ ഇപ്പോഴത്തെ ദേവികയുടെ സാറ്, ഇപ്പോൾ അവളെ പഠിപ്പിക്കുന്ന ഡാൻസ് ടീച്ചർ ദേവികയുടെ സാറ് ദീപ്തികുമാർ സാറിൻ്റെ അടുത്ത് വിടുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ദീപ്തികുമാർ സാറാണ് ആദ്യം അവളെ പഠിപ്പിച്ച് തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ സാറ് ഡാൻസ് സ്കൂളിൽ നിർത്തിക്കഴിഞ്ഞ് ദേവിക ഡാൻസ് സ്കൂൾ സ്വന്തമായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം ദേവിക പഠിപ്പിക്കാൻ തുടങ്ങി. നൃത്തത്തിന് പുറമെ ഹാൻഡിക്രാഫ്റ്റ് നിർമ്മാണം, ചിത്രരചന, ബോട്ടിൽ ആർട്ട് എന്നിവയും പ്രിയമാണ്. മുതുപ്പിലക്കാട് തപസ്യ നൃത്ത വിദ്യാലയത്തിലെ G ദേവികയാണ് നൃത്താധ്യാപിക. +2 കഴിഞ്ഞ തൊട്ടുപുറകിൽ സാറ് ഈ ക്ലാസ് അങ്ങ് എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഞാൻ ക്ലാസ് എടുത്ത എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് ദേവലക്ഷ്മി. ആദ്യമൊക്കെ പാടുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ പാടുണ്ടായിരുന്നു, നമുക്ക് കേൾക്കില്ലല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് നമ്മൾ ഈ ഓരോ ഇവളുടെ ഫസ്റ്റ് ഇറങ്ങിയെടുത്ത ഒരു ഐറ്റം ഉണ്ടായിരുന്നു ദശാവതാരം. അപ്പം ബാക്കി കുട്ടികൾക്ക് അത് ഈസിലി പറ്റുമായിരുന്നു, കാരണം അവർക്ക് ഓരോ കഥകളും ഓരോ അവതാരത്തിൻ്റെ ലക്ഷ്യം അതൊക്കെ അവർക്കെല്ലാം അറിയാമായിരുന്നു. അവർക്ക് വീട്ടിൽ അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദേവലക്ഷ്മിയെ സംബന്ധിച്ച് അങ്ങനെയുള്ള അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു. അപ്പം ആദ്യം തന്നെ അവളെ ഒറ്റയ്ക്കിരുത്തി ആ കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുത്ത് പിന്നെ ഓരോ അടവൂസ് വരുമ്പോഴും അതിനെത്ര ഇപ്പം 1 2 3 കൗണ്ട് അനുസരിച്ചായിരുന്നു പറയുന്നത്. കണ്ടറിഞ്ഞ് മനസ്സിലുറപ്പിച്ച ചുവടുകൾ. കൂടുതൽ സമയവും ദേവലക്ഷ്മി ചിലവഴിക്കുക ഈ നൃത്ത വിദ്യാലയത്തിലാണ്. ഇവിടെ നിന്നും ഇനിയും ഒട്ടേറെ വേദികൾ കീഴടക്കി മുന്നോട്ട്. ജനം, കൊല്ലം. ദേവലക്ഷ്മിയുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് വേദിയിലേക്ക് എത്തിക്കാൻ കാണിച്ച ഒരു പരിശ്രമത്തെ ആ അമ്മയെയാണ് ശരിക്കും അഭിനന്ദിക്കേണ്ടത്. ഒപ്പം ദേവലക്ഷ്മിയുടെ അധ്യാപിക ദേവികയും അഭിനന്ദിക്കുകയാണ്. എന്തായാലും വലിയ നിലയിൽ ദേവലക്ഷ്മി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. 20 വർഷത്തിന് ശേഷം നവീകരണത്തിനൊരുങ്ങി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര കോട്ട കവാടങ്ങൾ. 1.37 കോടി രൂപ ചെലവിട്ടിട്ടാണ് കോട്ട വാതിലുകൾ പുതുക്കി പണിയുന്നത്. 1 വർഷമായി പടിഞ്ഞാറേക്കോട്ടയുടെ ഭാഗങ്ങൾ അടർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. മറ്റ് കോട്ട വാതിലുകളിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോട്ടയുടെ കവാടങ്ങളുടെ പുനരുദ്ധാരണത്തിന് പുരാവസ്തു വകുപ്പിന്റെ പദ്ധതി. കിഴക്കേക്കോട്ട, തെക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പഴവങ്ങാടിക്കോട്ട, വിറകുപുരക്കോട്ട, അഴീക്കോട്ട, വെട്ടിമുറിച്ച കോട്ട, പുന്നപ്പുരം കോട്ട, ശ്രീകണ്ഠേശ്വരം കോട്ട എന്നീ 9 കോട്ടയ്ക്കുള്ളിലെ പ്രദേശമാണ് കോട്ടയ്ക്കകമെന്ന് പറയുന്നത്. കോട്ടയ്ക്ക് 6 കവാടങ്ങളാണുള്ളത്. ഇതിൽ 5 കവാടങ്ങളാണ് പരമ്പരാഗത രീതിയിൽ പുനരുദ്ധരിക്കുന്നത്. പടിഞ്ഞാറേക്കോട്ട വാതിലടക്കം പല സ്ഥലങ്ങളിലും കുമ്മായ പൂശികൾ ഇളകി വീണ് കേടുപാടുണ്ട്. വർഷങ്ങളായി പൊളിഞ്ഞു വീണ സ്ഥലങ്ങളിൽ താൽക്കാലിക അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടന്നിരുന്നത്. 20 വർഷത്തിന് ശേഷമാണ് നവീകരണ പ്രക്രിയ തുടങ്ങാൻ പോകുന്നത്. 1.37 കോടി രൂപ ചെലവിട്ടാണ് കോട്ടവാതിലുകൾ പൂർണ്ണമായി പുനരുദ്ധരിക്കുന്നത്. കിഴക്കേക്കോട്ട നവീകരണത്തിന് ഒരു പദ്ധതിയും
മറ്റ് 4 കവാടങ്ങൾക്കായി മറ്റൊരു പദ്ധതിയുമാണുള്ളത്. ഇവ രണ്ടിന്റെയും കരാറുകൾ നൽകിക്കഴിഞ്ഞു. മഴ മാറിയാൽ ഉടൻ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കിഴക്കേക്കോട്ട ഭാഗത്തെ കവാടമാണ് ഏറ്റവും വലുത്. പ്രധാന കവാടവും അകത്ത് മുറികളും ഇരുവശത്ത് ഗോപുരങ്ങളുമുണ്ട്. ഇതിന്റെ നവീകരണത്തിനായി 75 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കോട്ടയുടെ പുറം ഭാഗത്ത് കേടുപാട് പറ്റിയിടങ്ങളിൽ കുമ്മായം തേക്കുക, മേൽക്കൂരയിലെ കേടുപറ്റിയ തടികളും ഓടുകളും മാറ്റുക, കെട്ടുകൾ ബലപ്പെടുത്തുക തുടങ്ങിയവയാണ് നടത്തുന്നത്. പരമ്പരാഗത രീതിയിൽ കുമ്മായക്കല്ലുകൾ അടക്കമുള്ളവ തന്നെയാണ് നവീകരണത്തിന് ഉപയോഗിക്കുന്നത്. പടിഞ്ഞാറേക്കോട്ട, സിംഹക്കോട്ട, തെക്കേക്കോട്ട, അഴീക്കോട്ട എന്നീ കോട്ടവാതിലുകളുടെ സംരക്ഷണത്തിനായി 65 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് കാക്കൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായ കുഞ്ഞു മരിച്ച സംഭവത്തിൽ കാക്കൂർ കോപ്പറേറ്റീവ് ക്ലിനിക്കിനെതിരെ ആരോപണവുമായി എത്തിയിരിക്കുകയാണ് കുടുംബം. അതേസമയം മരിച്ച 2 മാസം പ്രായമായ ആൺകുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് പുറത്തു വരികയും ചെയ്യും. അനഘ ഹർഷനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനഘ, കുടുംബം ആരോപിക്കുന്നത് ക്ലിനിക്കിനെതിരെയാണ്. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് പുറത്ത് വരുന്നുണ്ട്. എന്തൊക്കെ ആരോപണങ്ങളാണ് ഈ കുഞ്ഞിന്റെ കുടുംബം ക്ലിനിക്കിനെതിരെ ഉന്നയിക്കുന്നത്? രാഖി, ഏറെ സങ്കടകരമായ അല്ലെങ്കിൽ നിർഭാഗ്യകരമായ ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തു വന്നത്. അത് 2 മാസം മാത്രം പ്രായമായ ഒരു ആൺകുഞ്ഞിന്റെ മരണവാർത്തയായിരുന്നു. അതായത് സുന്നത്ത് കർമ്മത്ത് നടത്തുന്നതിനിടയിലാണ് ഈ കുഞ്ഞ് മരണപ്പെടുന്നത്. ചേളന്നൂർ സ്വദേശികളായ ദമ്പതികളുടെ 2 മാസം പ്രായമായ ആൺകുഞ്ഞാണ് ഇന്നലെ മരണപ്പെട്ടത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുടുംബം ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്നത് ഈ സുന്നത്ത് കർമ്മം നടത്തിയ ആ സ്വകാര്യ ക്ലിനിക്കിനെതിരെയായിരുന്നു കുടുംബം ഇന്നലെ മുതൽ ആരോപണം ഉന്നയിച്ചത്. അതായത് ഈ ക്ലിനിക്കിലേക്ക് എത്തുന്നതിന് മുൻപ് കുട്ടിക്ക് യാതൊരുവിധ പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചു. അതിന്റെ ഭാഗമായി മരുന്ന് കുത്തിവെച്ചു, അനസ്തേഷ്യ നൽകി എന്നതടക്കമുള്ള വാദങ്ങൾ ഇന്നലെ കുട്ടിയുടെ കുടുംബം ഉന്നയിച്ചിരുന്നു. എന്തായാലും അതിൽ കൃത്യമായ ഒരു വ്യക്തത ഈ ക്ലിനിക് അധികൃതരാണ് നൽകേണ്ടത്. പക്ഷെ അവർ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നും മറുപടിയാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ക്ലിനിക്കിന്റെ ഭാഗത്തു നിന്ന് അവിടെ ഉണ്ടായ അനാസ്ഥയുടെ ഭാഗമായാണ് കുഞ്ഞ് മരിക്കാനിടയായത് എന്ന വാദത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ഇന്ന് ഈ കുട്ടിയുടെ കുടുംബം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിക്കും. അതിൽ നിന്ന് തന്നെ കൃത്യമായി എന്താണ് യഥാർത്ഥ മരണ കാരണം എന്ന് വ്യക്തമാകും. അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും ഈ കുടുംബം ഈ ക്ലിനിക്കിനെതിരെ നിയമ നടപടിയിലേക്ക് കടക്കുക എന്നതാണ്. ഇന്നലെ രാവിലെ ആയിരുന്നു ഈ കുടുംബം ഈ കാക്കൂരിലുള്ള ഈ സ്വകാര്യ ക്ലിനിക്കിലേക്ക് എത്തുന്നതും അവിടെ ഇത്തരത്തിൽ സുന്നത്ത് കർമ്മം നിർവഹിക്കുന്നതിനായി കുട്ടിയെ പ്രവേശിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച സമയത്താണ് കുട്ടി മരിച്ചതായി അറിയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായി, അതായത് ഇന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരണം. എങ്കിൽ മാത്രമേ എന്താണ് യഥാർത്ഥ മരണകാരണമെന്ന് വ്യക്തമാകൂ എന്നാണ് നമുക്ക് പറയാൻ കഴിയൂ. രാഖി, 2 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനാണ് സുന്നത്ത് കർമ്മം നടത്തിയത്. ഇതിനിടെയാണ് ഈ കുഞ്ഞിന്റെ മരണം സംഭവിച്ചത്. ലോക്കൽ അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരങ്ങൾ. ഒപ്പം ക്ലിനിക്കിന്റെ പ്രവർത്തനം കൃത്യമായിരുന്നില്ല, അല്ലെങ്കിൽ ക്ലിനിക്കിന്റെ വീഴ്ചയാണ് ഈ കുഞ്ഞിന്റെ മരണത്തിന് കാരണമായത് എന്ന് കുഞ്ഞിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ഈ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് ലഭിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ വ്യക്തത വരിക. അനഘ ഹർഷനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ BJP നിയോഗിച്ച കുമ്മനം നേതൃത്വം സമിതി ആലപ്പുഴ ജില്ലയിൽ കർഷകരുമായുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചു. നെൽകർഷകരെ കടക്കെണിയിൽപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ കാട്ടുന്നത് വിശ്വാസവഞ്ചനയെന്ന് കർഷകരുമായി ആശയവിനിമയം നടത്തിയ ശേഷം കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു. കർഷകരോട് പ്രതിബദ്ധതയുള്ള സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത് എന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി ഉണ്ടാകുമെന്നും കുമ്മനം പറഞ്ഞു. നെല്ല് സംഭരണ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ഗൗരവതരമായ ആരോപണമാണ് മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ ഉന്നയിക്കുന്നത്. നെല്ല് സംഭരിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ വില നൽകാമെന്ന് കേന്ദ്ര സർക്കാരുമായി MOUവിൽ ഒപ്പിട്ട കേരള സർക്കാർ വർഷങ്ങളായി കരാർ ലംഘിക്കുകയാണെന്നും സർക്കാർ കാട്ടുന്നത് വിശ്വാസവഞ്ചനയെന്നും കുമ്മനം രാജശേഖരൻ ചൂണ്ടിക്കാട്ടി. കേരള ഗവൺമെൻറ്റും കേന്ദ്ര സർക്കാരും തമ്മിൽ സംസാരിച്ച് നിശ്ചയിച്ച് MOU ഒപ്പിട്ടതാണ്. ആ MOU ഒപ്പിട്ടിരിക്കുന്നതിൽ കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും പങ്കാളികളാണ്.
രണ്ട് കൂട്ടരും തമ്മിൽ ഉഭയസമ്മതപ്രകാരം ഒരു ധാരണാപത്രം ഒപ്പിട്ട് കഴിയപ്പോൾ അതെന്തിനാണ് ലംഘിക്കുന്നതിനാണ്? 48 മണിക്കൂറുകൾക്കകം നെല്ല് സംഭരിച്ച 48 മണിക്കൂറുകൾക്കകം അതിൻ്റെ വില കൊടുത്തോളാം എന്ന് കേരള ഗവൺമെൻറ് കേന്ദ്രത്തോട് സമ്മതിച്ചിട്ടുള്ളതാണ്. ആ MOU ഒപ്പിട്ടിപ്പോൾ വർഷങ്ങളോളമായിട്ട് അത് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. നെല്ല് സംഭരിച്ച ശേഷം കർഷകരെ കടക്കണിയിലാക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും ഈ വിഷയം കേന്ദ്ര സർക്കാരിനെ ധരിപ്പിക്കുമെന്നും കർഷകരോട് പ്രതിബദ്ധതയുള്ള കേന്ദ്ര സർക്കാർ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് പ്രതീക്ഷയുണ്ടെന്നും കുമ്മനം പറഞ്ഞു. കർഷകരോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. എവിടെയും കർഷകരനുഭവിക്കുന്ന ഏത് ബുദ്ധിമുട്ടുകൾ കേട്ടുകഴിഞ്ഞാൽ അപ്പോഴേക്കും അവിടെ ഓടിയെത്തി അതിനൊക്കെ പരിഹാരം കാണുന്ന കർഷകനായിട്ടുള്ള ഒരു കൃഷിമന്ത്രിയുണ്ട്. ഈ വക ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത് ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിൽ കാർക്കശ്യമുള്ള ഒരു കേന്ദ്ര ഭക്ഷ്യ വിതരണ വകുപ്പ് മന്ത്രി പ്രഹ്ലാദ് ജോഷി കേന്ദ്രത്തിലുണ്ട്. അവരെല്ലാവരും ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആലപ്പുഴ ജില്ലയിൽ പള്ളിപ്പാട്, തകഴി, നെടുമുടി, മങ്കൊമ്പ് തുടങ്ങിയ വിവിധയിടങ്ങളിൽ കർഷകരെ നേരിട്ടുപോയി കണ്ട് സമിതി അംഗങ്ങൾ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഓരോ കേന്ദ്രത്തിലും 100 കണക്കിന് കർഷകരാണ് നെൽകർഷകർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ധരിപ്പിക്കാൻ എത്തിയിരുന്നത്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ. ഈ വാർത്തയോടുകൂടി പുത്തൻ പുലരിയുടെ സമയം സമാപിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നമസ്തേ.